സ്ഥിരമായി പറയുന്ന പോലെ പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു ഫ്ലോ കിട്ടില്ല അല്ലെ? നമ്മുടെ എനർജി കിടക്കണ അവിടെയല്ല. ആദ്യത്തെ ആ സ്റ്റാർട്ടിങ് അത് വേണ്ടേ? അത് ഉണ്ടാകുമ്പോഴേ ഒരു സുഖമുള്ളൂ അല്ലെ? എന്നാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് വിടുപടേന്ന് വരുള്ളൂ. അപ്പൊ ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടി നമുക്ക് ഇന്ന് ആരംഭിക്കാം. ജീവിതത്തിന്റെ മാറ്റത്തിനായി, പുതിയ തുടക്കത്തിനായി, അല്ലെങ്കിൽ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ പുതിയ താളുകളെ മറിച്ച് 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 അതിൽ എഴുതി ചേർത്ത് 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 പോയിക്കൊണ്ടിരിക്കുന്ന അതിമനോഹരമായ, അതിസുന്ദരമായ, അതിവിശാലമായ ഒരു ജീവിതത്തെ ഇപ്പൊ മുന്നിൽ കാണാൻ തുടങ്ങിയിരിക്കുന്നു അല്ലെ? പലരും പല രൂപത്തിൽ അത് അനുഭവിക്കുന്നു, പല ഭാവനയിൽ അനുഭവിക്കുന്നു, പല രീതിയിലും സംഭവിക്കുന്നു. പക്ഷെ ചിലവർക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നു എന്നറിയുന്നു, എന്താണെന്ന് അറിയുന്നില്ല. അങ്ങനെയുള്ളവരുണ്ട്. അപ്പോ ഞാൻ ഇന്നത്തെ ദിവസം ഞാനായിട്ടൊന്നും സംസാരിക്കുന്നില്ലെന്ന് കരുതിയിരിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് പറയാനുള്ള ദിവസമാണെന്ന്. നിങ്ങൾ പറയുക, നിങ്ങൾക്ക് എന്താണ് ഹാപ്പിനെസ് മാസ്റ്ററി കൊണ്ട് വേണ്ടത്, നേടിയത് രണ്ടും. കാരണം വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ എനിക്ക് അതിനനുസരിച്ച് അടുത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ. ലഭിച്ചത് എന്താണെന്ന് ഞാൻ അറിഞ്ഞാൽ മാത്രമേ അതിൽ കൂടുതൽ ലഭിക്കാനുള്ള വഴി ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. എനിക്ക് ഇന്ന കാര്യം, ഒരാൾക്ക് ഇന്നത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയാൽ അടുത്ത തലത്തിലേക്ക് അയാളെ കൊണ്ടുപോകാനുള്ള ഈ ചപ്പടികൾ നമ്മൾ ഇടയിൽ ചേർത്ത് ചേർത്ത് കൊണ്ടുപോകും അല്ലെ? നമ്മള് പുട്ടുണ്ടാക്കുമ്പോൾ അറിയാലോ, പുട്ട് അരി മാത്രം പോരാ, അതിനകത്ത് തേങ്ങ ചേർക്കണം, അതിനകത്ത് സ്റ്റീം വേണം, ഉപ്പ് ചേർക്കണം, ഒക്കെ വേണം അല്ലെ? അപ്പോ നമുക്ക് അറിയാം പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാന്ന് അറിഞ്ഞാൽ, പുട്ട് വേണമെന്ന് അറിഞ്ഞാൽ മാത്രമേ പിന്നെ അതിന്റെ ചേരുവകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്ന് പോലെ തന്നെ ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അതായത് നന്ദി നമുക്ക് ഉണ്ടായാൽ, അകത്തുള്ളത് വന്നാൽ മാത്രമാണ് വീണ്ടും വീണ്ടും അത് നിറയുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഒരുപാട് ആൾക്കാർ സംസാരിക്കാനുണ്ടാവും. ഞാൻ ഇന്നത്തെ സംസാരം വളരെ കുറച്ചും, ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇന്ന് നിങ്ങൾക്ക് 2 ഗിഫ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. 2 ഗിഫ്റ്റ് ഇന്ന് തരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതെന്താണെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ ഗിഫ്റ്റ്, ഇന്നത്തെ ഈ ദിവസത്തിൽ ഏറ്റവും നന്നായി സംസാരിച്ച് അവരുടെ അനുഭവം നന്നായി പറഞ്ഞ് 3 പേര് ഞാൻ സെലക്ട് ചെയ്യും കേട്ടോ. 3 പേര്, അതിൽ ആരൊന്നും വോട്ടെടുപ്പൊന്നുമില്ല കേട്ടോ. ഏറ്റവും കൂടുതൽ നന്നായി പറഞ്ഞ് 3 പേര്, ഏറ്റവും കൂടുതൽ ആൾക്കാർ തമ്പടിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ നല്ല താങ്ക് യു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രാറ്റിഫിക്കേഷൻ നൽകിയ ആൾക്കാർ, ഏറ്റവും കൂടുതൽ ഗ്രാറ്റിഫിക്കേഷൻ നൽകിയ 3 പേർക്ക് ഞാനൊരു സമ്മാനം ഇന്ന് തരുന്നുണ്ട്. എന്തിനാണെന്നറിയോ? അത് നിങ്ങളെ വീണ്ടും മോട്ടിവേറ്റ് ചെയ്യാൻ വേണം. അതാണല്ലോ എന്റെ പ്രധാനമായ പരിപാടി, മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് 3 സമ്മാനങ്ങൾ ഇന്ന് തരും. രണ്ടാമതൊരു കാര്യം, അത് ഞാൻ ഹാഫ് ടൈം കഴിഞ്ഞിട്ട് പറയാം. വീണ്ടും ഒരു ഗിഫ്റ്റ് എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ തരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് അനുഭവങ്ങൾ പറയാൻ, പഠിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അത് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വളരെ പ്രധാനമാണ്. നമുക്ക് ലഭിച്ചതിനെ പറ്റി ഓർക്കുക, അതിനെ അയവർക്കുക എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്പയിച്ചൊരു പാട്ടും കൂടി ഇന്നുണ്ടാവും. അമ്പയിച്ചോട് ഞാനിപ്പോൾ അഡ്വാൻസ് പറയാണ്, അമ്പയിച്ചൊരു പാട്ട് പാടണം. കാരണം ചില നമ്മുടെ ആൾക്കാരൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കണം. ഇന്ന് അതിനുള്ള ദിവസമാണിപ്പോൾ. ഇന്ന് നമുക്ക് എന്തിനു പേര് ദിവസമാണ്? ആർമാദിക്കേണ്ട ദിവസമാണ്. ഒരു കാര്യം കൂടിയുണ്ട്, ആർമാദിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥമുണ്ട്. ഞങ്ങളുടെ മാനിഫെസ്റ്റേഷൻ, നമ്മളൊരു ടീമിന്റെ മാനിഫെസ്റ്റേഷൻ കൂടി ഇന്ന് വർക്ക് ചെയ്ത ദിവസമാണ്. ഇന്ന് രാവിലെ വെറുതെ ഞാൻ ഇന്ന് പറഞ്ഞു, നമ്മുടെ 7 ഡേയ്സ് ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ് ഞാൻ തുടങ്ങണമെങ്കിൽ അതിൽ 222 ആൾക്കാരായാൽ മാത്രമേ തുടങ്ങുള്ളൂ എന്ന് രാവിലെ പറഞ്ഞു. എല്ലാവരും ഒന്ന് ശ്രമിച്ചോളൂ എന്ന് പറഞ്ഞു. ഇപ്പൊ വൈകിട്ട് ഞാൻ ക്ലാസ്സിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് 222 ആൾക്കാർ അവിടെ റെഡിയായി പേയ്മെന്റ് അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോ നാളെ രാവിലെ തുടങ്ങണം. അതൊരു ഭയങ്കര സന്തോഷം. കാരണം മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, നമ്മൾ സെറ്റ് ചെയ്യുക, അത് വർക്ക് ചെയ്യുക തന്നെ ചെയ്യും, യാതൊരു തർക്കവും ഇല്ല. അപ്പൊ ഇതൊന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ഞാൻ സന്തോഷമാണ്. ഇപ്പൊ മാനിഫെസ്റ്റേഷൻ ഇത്രയും എളുപ്പമാണ് വർക്ക് ചെയ്യാൻ എന്നൊന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോ ഞാൻ തൽക്കാലം നിർത്തുന്നു. ഇനി നിങ്ങളുടെ ദിവസമാണ്. ആദ്യം തന്നെ സിബി സാർ സംസാരിക്കാൻ വന്നു. സിബി സാർ വരൂ. ഞാൻ ഒരു സെക്കൻഡ്, ഞാനിവിടെ എനിക്കൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരാൾ വേണം. എനിക്ക് ചുമ കുറച്ച് വരുന്നുണ്ട്. അമ്പേച്ചി ഒന്ന് എടുക്കാവോ അല്ലേ? കൺട്രോൾ ചെയ്യാമല്ലോ അല്ലെ? പറ്റുമോ? ഓടുന്ന് പോയാ ആളെ പോയി. ഓക്കെ, ശരി സാർ, സംസാരിച്ചോളൂ. സിബി സാർ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ? ഒരു മിനിറ്റ്, ഇപ്പൊ പറ്റും. അൺമ്യൂട്ട് ചെയ്തു. സാറേ നമസ്തേ.
റെഡി റെഡി സാറേ. നമ്മുടെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ പുതിയതായിട്ട് വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ യാദൃശ്യമായിട്ട് ഒരു യൂട്യൂബിൽ സാറിൻ്റെ ഒരു ക്ലാസ് കണ്ടിട്ടാണ് ഞാനിത് ശ്രദ്ധിക്കുന്നത്. എല്ലാവരും കണ്ടുപോയതുപോലെ പോലെ ഞാനും സ്കിപ്പ് ചെയ്ത് പോയതാണ്. പക്ഷേ എന്തോ സംതിങ് സാറിൽ എന്നെ ആകർഷിക്കുന്ന ഒരു ഘടകം സാറിലുണ്ടെന്ന് എനിക്കത് ബോധ്യപ്പെട്ടു. അത് ഞാൻ റെഗുലറായിട്ട് കാണാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ 1 by 1 ആയി സാറിൻ്റെ പല ക്ലാസ്സുകളിൽ കയറി. ഇപ്പോൾ സാർ അനൗൺസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാമിലും ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ സമയപരിമിതി ഒരു പരിധിവരെ എന്നെ അതിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു ഘടകമാണ്. അത് യാത്രയാണ് കൂടുതൽ വിഷയങ്ങൾ. പിന്നെ ദൈവാധീനം എന്ന് പറയട്ടെ, ഞാനിത് പറയുകയാണെങ്കിൽ, എൻ്റെ വാക്കിൽ പറയുകയാണെങ്കിൽ, ഇത് ദൈവാധീനമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് കാണാനുള്ള അവസരം ഉണ്ടാവുള്ളൂ. അഥവാ കണ്ടാൽ അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. ആ വ്യക്തിക്ക് ദൈവാധീനം ഇല്ലെങ്കിൽ അയാൾക്ക് നിൽക്കാനാവില്ല. അല്ലെങ്കിൽ അയാൾ ഓട്ടോമാറ്റിക്കലി മറ്റ് യൂട്യൂബ് ചാനൽ കാണുന്ന പോലെ സ്കിപ്പ് ചെയ്ത് പുറത്തു പോകും. ഇവിടെ നിൽക്കുന്ന നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ പ്രത്യേകത, അവരുടെ ജീവിതത്തിലെ ചെയ്ത സുഹൃതത്തിന്റെ ഫലമായതുകൊണ്ടാണ് അവർക്ക് ഈ ഗ്രൂപ്പിൽ നിൽക്കാൻ സാധിക്കുന്നത്. ഞാൻ അങ്ങനെ പറയും, ഞാൻ അങ്ങനെ വന്ന ആളാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ വരുന്നതിന് ഏകദേശം ഒരു ലാസ്റ്റ് ഒരു 10 years ആയിട്ട് ഞാൻ വളരെ സിസ്റ്റത്തിൽ നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് എനിക്കിത് അറ്റാച്ച് ചെയ്ത് അതിലേക്ക് ഫാസ്റ്റായിട്ട് വരാനും അത് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും പറ്റി. പിന്നെ മെഡിറ്റേഷനും മറ്റു കാര്യങ്ങൾ കൊണ്ട് എനിക്കുണ്ടായ നേട്ടം എന്ന് പറയാൻ, ഞാൻ ടോട്ടലി എൻ്റെ മൈൻഡ് ഒന്ന് ചേഞ്ച് ചെയ്തു. ഇന്ന് ഒരു പരിധി വരെ എൻ്റെ പല കാര്യങ്ങൾക്കും തീരുമാനമായി. വളരെ സാറ് പറഞ്ഞില്ലേ, ഇന്ന് സാറ് പറഞ്ഞ 222 നമ്പർ അച്ചീവ് ചെയ്ത പോലെ ഞാനും ഏകദേശം ഒരു 2.5 വർഷമായിട്ട് എൻ്റെ ഒരു GSTയുടെ ഒരു പേയ്മെൻറ്റ് ബ്ലോക്കായിരുന്നു. ഇന്ന് ആ പേയ്മെൻറ്റ് റിലീസ് ചെയ്ത് കിട്ടി, എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ ഇന്ന് ബാങ്കിൽ അത് ഡ്രോപ്പ് ചെയ്തു, ആ ചെക്ക്. കൂടാതെ എൻ്റെ വളരെ പ്രധാനപ്പെട്ട GSTയുടെ ഒരു വിഷയം സെറ്റിൽ ചെയ്തു. ഞാനൊരു സാറിന് വ്യക്തിപരമായിട്ട് അറിയാം, ഞാനൊരു വലിയൊരു ഡീല് നടക്കേണ്ടതുണ്ട്. അതിൻ്റെ പല പാർട്ടികളും വന്ന് സംസാരിക്കാൻ തുടങ്ങി. ഇതൊക്കെയാണ് എനിക്ക് എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം, സാറിൻ്റെ ഒരു കാര്യം കൂടെ ഞാൻ ശ്രദ്ധയപ്പെടുത്തുകയാണ്. ഇത്രയും ഞങ്ങൾ ഒട്ടനവധി ട്രെയിനിങ്ങുകൾ ഞാൻ ഇതിനു മുമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാവരും ട്രെയിനിങ് കഴിഞ്ഞ് ഹായ് പറഞ്ഞ് പോകുന്നതല്ലാതെ തിരിച്ച് ഇയാൾക്ക് എന്തെങ്കിലും മെച്ചം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനകത്ത് ബുക്ക് വായിക്കുന്നുണ്ടോ? ഞാൻ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഒരു സഹോദരൻ നമ്മളെ കൂടെ എങ്ങനെയാണോ ചേർന്ന് നിൽക്കുന്ന അതേപോലെ സാർ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ട് മനസ്സിലാക്കി അതിന് വേണ്ട മറുപടി പറയുന്നു. ഇപ്പം ഞങ്ങൾ സാറ് വരുന്നതിന് 2 മിനിറ്റ് മുമ്പ് പ്രജീഷ് സാർ എന്ന് പറയുന്ന ഖത്തറിലുള്ള ഒരു സാറുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ പല കാര്യം സാറിനോട് ചോദിക്കണം എന്നോർത്ത് ഞാൻ വരും. അദ്ദേഹം ഖത്തറിലാണ് ഉള്ളത്, പക്ഷേ ആ കാര്യം ഞാൻ ചോദിക്കേണ്ടി വരില്ല, ഞാൻ മനസ്സിലാലോചിക്കും, സാറ് മറുപടി പറയും. അത് അദ്ദേഹത്തിന് വളരെ ഇൻസ്പിറേഷനുള്ള ഒരു സബ്ജക്ട്. ജസ്റ്റ് ഒരു 2 മിനിറ്റ് മുമ്പ് അദ്ദേഹം നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ ഉണ്ട്, നിലവിൽ ലൈവ് അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുകയാണെങ്കിൽ, ദൈവാധീനമുള്ളവർക്ക് ഈ സിസ്റ്റത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. ഇത് നല്ല രീതിയിൽ നടക്കും. വലിയ ഒരു മൊമെന്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് യാതൊരു സംശയമില്ല. നമസ്തേ. തീർച്ചയായും സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. എപ്പോഴും ഞാൻ കാത്തു സൂക്ഷിക്കുന്നത് അത് തന്നെയാണ്. എപ്പോഴും ഞാൻ ആ ഒരു ഇതിൽ തന്നെയാണ് നമ്മൾ എപ്പോഴും കാണേണ്ടത്. കാരണം നമ്മളെല്ലാം ഒരേ ആൾക്കാരാണ്. ഒരു വൈബിൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. ദൈവാധീനത്തിന് അത്രയും ഇതൊക്കെ സംഭവിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അത് പൂർണ്ണമായും ഞാനും വിശ്വസിക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടി സിബി സാർ, യുവർ എന്താ പറയാ, ഹഗ് ഫോർ യു. അടുത്ത ആളാരാ പറഞ്ഞു? നമ്മളപ്പോ സാർ അൺമ്യൂട്ട്, ഞാൻ അൺമ്യൂട്ട് ഓപ്ഷൻ ഇടുന്നുണ്ട്, നിങ്ങൾ തന്നെ അൺമ്യൂട്ട് ചെയ്തോളൂ. ആരും ഒച്ച ഉണ്ടാക്കരുത്. 1 by 1. കമല പ്രേംദാസ് പറഞ്ഞു. ഹാൻഡ് റൈസ് ചെയ്തവരെ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. കമല പ്രേംദാസ്, നിങ്ങൾ ആക്ച്വലി അൺമ്യൂട്ട്, എല്ലാ ദിവസവും നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്യുന്നത്, നിങ്ങൾ ആക്ച്വലി ഹാൻഡ് റൈസ് ചെയ്യാണോ അല്ല അബദ്ധത്തിലാവുകയാണോ? അത് ഇല്ല. ഓക്കെ, ഇവിടെ ആരോ ഒരാൾക്ക് എനിക്ക് പറയാനുണ്ടെന്ന്. ഗീത ഇല്ല. ഓക്കെ, ശരി. പ്രേംദാസ്, അപ്പൊ രാധിക സംസാരിച്ചെന്നാൽ അൺമ്യൂട്ട് ചെയ്തു. എനിക്ക് കുറച്ചധികം പറയാനുണ്ടാവും സാറേ. ഇമോഷൻ ഷുഡ് കീപ് അവേ. ഇല്ല, ഇമോഷൻ ഇല്ല, ഹാപ്പി മാത്രമേ ഉള്ളൂ.
ഇമോഷനൊക്കെ മാറ്റി വെച്ചില്ല നമ്മള് സാറെ ക്ലാസ്സിൽ വന്നതിന് ശേഷം. ഞാനും സിബി സാറ് പറഞ്ഞ മാതിരി യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് സാറെ ക്ലാസ്സിൽ കയറിയ ആളാണ്. ഞാൻ അങ്ങനത്തെ വീഡിയോ കാണുന്ന ഒരാളെ അല്ല, മുന്നേ കാണുന്ന ഒരാളും അല്ല, അങ്ങനത്തെ ഒരു സംഭവം ഞാൻ നോക്കാറേ ഇല്ല. അങ്ങനത്തെ ഒരാളാണ്. അങ്ങനെ ഞാന് യാദൃശികമായിട്ട് ഈ പറഞ്ഞ പോലെ യൂട്യൂബ് കണ്ട്, അങ്ങനെ കണ്ടാലും ഞാൻ ഇങ്ങനെ വാട്സപ്പിൽ ഗ്രൂപ്പ് എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ അങ്ങനെ കേറുന്ന ഒരാളല്ല ഞാൻ എങ്ങനെ അതിൽ കേറിയെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ നിമിഷം ഞാൻ ആ ഗ്രൂപ്പിൽ കേറിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഞാൻ ഇതുവരെ അങ്ങനെ യൂട്യൂബിലൊന്നും കാണുന്ന ഒരു ഗ്രൂപ്പിൽ കേറുന്ന ആളല്ല. അങ്ങനെ ഞാൻ ആ ഗ്രൂപ്പ് കയറി ഒരു 3-4 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ ഞാൻ മെഡിറ്റേഷന് സാർ ഒരു ദിവസം രാത്രി എനിക്ക് ഇട്ട് തന്നിട്ടുണ്ടായി, നാളെ മുതൽ മെഡിറ്റേഷന് കയറണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ ഒരു രാത്രിയാണ് എന്റെ ലൈഫിലെ എല്ലാ മാറ്റത്തിനും കാരണം. മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ എന്റെ ലൈഫിൽ മാറ്റങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ആ രാവിലത്തെ മോർണിംഗ് മെഡിറ്റേഷൻ ഏകദേശം എനിക്ക് സെറ്റായി വന്നു. അതിനുശേഷമാണ് സാറ് 2020 മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടായത്. അപ്പൊ ഫസ്റ്റ് 2020 മെഡിറ്റേഷനും സെക്കൻഡ് 2020 മെഡിറ്റേഷനും ഞാൻ കയറിയിട്ടുണ്ടായി. ഫസ്റ്റത്തെ മെഡിറ്റേഷന്റെ സമയത്ത് ഞാൻ എഴുതി വെച്ചത് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായി. എന്റെ ഹസ്ബൻഡിന് ഒരു പൈസ കിട്ടാനുണ്ട്, അത് കിട്ടിയിട്ടില്ല, അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കൂടെ കുറെ പേര് ആ ഒരു പൈസക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടും ഏട്ടന് മാത്രമാണ് അത് കിട്ടിയത്. ഇന്നലെയാണ് പിന്നെ അവർക്കൊക്കെ കിട്ടുന്നത്. നമുക്ക് കിട്ടിയിട്ട് ഒരു മാസമായി, അവർക്കൊക്കെ കിട്ടിയത് ഇന്നലെ ഇന്നും ആയിട്ടാണ്. നമുക്കൊരു മാസം മുന്നേ കിട്ടി. ഞാൻ ആ 2020 എഴുതി വെച്ചത്. പിന്നെ ഞാൻ മോന്റെ ഒരു കാര്യമായിരുന്നു എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ 2020 റിസൾട്ട് പറയുന്ന അതേ ദിവസം അവന് മെയിന്റെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. അതുവരെ അവൻ പറഞ്ഞുകൊണ്ടുണ്ടായത് ഞാൻ ഈ വർഷം എഴുതുന്നില്ല, അടുത്ത വർഷം എന്നാണ് പറഞ്ഞുകൊണ്ടുണ്ടായത്. ആ ഒരു ദിവസം നോട്ടിഫിക്കേഷൻ വന്ന അന്ന് സ്കൂൾ വിട്ട് വൈകുന്നേരം വരുമ്പോ പറഞ്ഞു, ഞാൻ ഇതിനയക്കുന്ന അമ്മേ, ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായി അവൻ ഈ വർഷം തന്നെ അത് എഴുതി മാർക്ക് എടുത്ത് കാലിക്കറ്റ് NIT കിട്ടണമെന്നാ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവൻ ഈ വർഷം എഴുതുന്നില്ല എന്നുള്ള ഇതിലായിരുന്നു ഉണ്ടായത്. പക്ഷെ ഞാനത് മൈൻഡ് ചെയ്തില്ല. ഞാൻ എന്റെ ഇത് എഴുതി വെച്ചു, അഫർമേഷൻ എഴുതി വെച്ചു. അപ്പൊ ആ റിസൾട്ട് പറഞ്ഞ 2020 ഏടന്റെ റിസൾട്ട് പറയുന്ന ദിവസമാണ് നോട്ടിഫിക്കേഷൻ വന്ന ദിവസമാണ്. അന്ന് വൈകുന്നേരം തന്നെ സ്കൂൾ വിട്ടു വന്നിട്ട് ഇവൻ പറയാ എന്നോട്, അമ്മ ഞാൻ ഇന്ന് അയക്കുന്നു, ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അയക്കുന്നു. അപ്പൊ എന്താ പറയാ, എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. അത്രയ്ക്ക് സന്തോഷായി. അതിന്റെ ഒരു പടി ഞാൻ എഴുതി വെച്ചതിന്റെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അടുത്തടുത്ത സ്റ്റെപ്പുകളല്ലേ ഉള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞു. ആ 2020 മെഡിറ്റേഷന്റെ സമയത്താണ് ഞാൻ കൊല്ലൂര് പോണെന്ന് കുറേ പ്രാവശ്യമായിട്ട് കൊല്ലൂര് പോണെന്ന് അങ്ങനെ ഒരുങ്ങും, അത് മുടങ്ങിപ്പോകും. അങ്ങനെ കൊല്ലൂര് പോവാൻ വേണ്ടി കുറെ പ്രാവശ്യം ട്രൈ ചെയ്തു. അപ്പൊ 2020 സമയത്ത് ആ നമ്മളെ ലാസ്റ്റത്തെ ദേവീന്റെ ഇത് വന്നപ്പം ഞാൻ എഴുതി വെച്ചതല്ല, പെട്ടെന്ന് അത് വന്നപ്പോ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു കൊല്ലൂര് പോണം എന്ന് പറഞ്ഞു, പ്രാർത്ഥിച്ചു. അത് അടുത്ത 2020 രണ്ടാമത്തെ ദിവസം ഞാൻ കൊല്ലൂര് പോയി. കൊല്ലൂര് പോയത് മാത്രമല്ല സാറേ, അവിടെ ഏറ്റവും വലിയൊരു മിറാക്കിളും സംഭവിച്ചു. അതെന്താ വെച്ചാല് അവിടെ പോയവർക്ക് അറിയാൻ തോന്നുന്നു, അവിടെ വലിയൊരു പൂജ ചെയ്യുന്ന ആൾക്കാരെ കുറച്ച് ഇങ്ങോട്ട് ഉള്ളിലേക്ക് മാറ്റി നിർത്തിയിട്ട് ഇങ്ങനെ അവിടുത്തെ സ്വാമി ഇങ്ങനെ ഓരോന്ന് പറയും. പക്ഷെ ഞാൻ ഒരു പൂജയും ചെയ്തില്ല. അവിടെ ഒരു ഫാമിലി, ഒരു 4 ആൾക്കാരടങ്ങിയ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ആ ഫാമിലിനെ ഉള്ളിലേക്ക് വിളിക്കുമ്പോ അയാൾ എന്നോട് പറഞ്ഞു, അമ്മ ഉള്ളിലേക്ക് കയറിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്വാമി ഈ പൂജയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും, ഞാൻ ആ പൂജയ്ക്ക് ഷീട്ടാക്കിയ ആളോ ഒന്നുമല്ല, പക്ഷെ ആ പൂജയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും അയാൾ എന്റെ മുഖത്ത് നോക്കി എന്നോടാ പറഞ്ഞ. ആ പൂജ ചെയ്തവരോടല്ല പറഞ്ഞ, എന്നോടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഉണ്ടായത്. അപ്പൊ ഞാനിങ്ങനെ, നമുക്ക് അത്രയും ബ്ലെസ്സിങ് കിട്ടുകയല്ലേ നമ്മള്. അപ്പൊ ഞാനിങ്ങനെ അത് കഴിഞ്ഞ് ആ പൂജ കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ഉള്ളത്തെ ഓരോ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ടായി. എന്താ മൂലബിംബം, അങ്ങനെ ഓരോ കാര്യങ്ങൾ അത്ര ക്ലിയർ ആയിട്ട് ഞാൻ ഇതുവരെ കുറെ പ്രാവശ്യം പോയെങ്കിലും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പൊ അവരെന്നോട്, ഞാൻ ആ സീറ്റ് ആക്കിയിട്ടുമില്ല, പിന്നെ എങ്ങനെ അയാൾ എന്നെ അതിന്റെ ഉള്ളിൽ കയറ്റിയെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. എന്നിട്ട് അവര് പ്രസാദം കൊടുത്തപ്പോ ഞാൻ ആ പൂജയിൽ ഇല്ലാന്ന് പറഞ്ഞപ്പോ അയാൾ ഉള്ളിൽ പോയിട്ട് പ്രസാദവും എടുത്തിട്ട് എനിക്ക് എന്നോട് പറഞ്ഞു അവിടെ നിൽക്കമ്മ എന്ന് പറഞ്ഞിട്ട് ഉള്ളിന്ന് പ്രസാദം എടുത്തിട്ട് എനിക്ക് കൊണ്ടു തന്നു. അങ്ങനെ അത് കഴിഞ്ഞ അന്ന് പിറ്റേ ദിവസം നമുക്ക് കുടജാദ്രിയിൽ പോവാൻ കഴിഞ്ഞു. കുടജാദ്രി എന്ന് പറയുന്നത് തന്നെ ഒരു ഗുരുവിന്റെ ഇതാണ്. അപ്പൊ ആ അനുഗ്രഹം എനിക്ക് കിട്ടി. അതും ഒരു
ഭയങ്കര മിറാക്കിൾ പോലെ സംഭവിച്ചൊരു സംഭവമാണ്. എന്താ വെച്ചാല് സാധാരണഗതിയിൽ എനിക്ക് അങ്ങനെ യാത്ര ആ ഒരു ജീപ്പ് പോയവർക്ക് അറിയുന്നുണ്ടാവാം, ജീപ്പ് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളാണ്, വൊമിറ്റിങ്ങും പ്രശ്നം. പക്ഷെ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. നമ്മളെ കൂടെ വന്നവരെക്കാട്ടിലും ആദ്യം ഞാനും മോനുമാണ് അവിടെ കയറിയിട്ട്, നമ്മളെ പിറകെ വന്നവര് സാവധാനം വന്നോണ്ട് നമുക്ക് ഒരുപാട് സമയം അവിടെ ഇരുന്നിട്ട് നമുക്കിങ്ങനെ അത്ര മതിവരുവോളം ഇരുന്നിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അതൊരു മിറാക്കിള്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ 7 days മിറാക്കിൾ മെഡിറ്റേഷന്റെ സമയത്ത് ഞായറാഴ്ച ദിവസം നമ്മള് ഇവിടെ പോയിട്ടുണ്ടായി, അനന്തപുരം ഞായറാഴ്ച ദിവസമാണ്, അത് പ്രത്യേകം പറയണം സാറേ. ഞായറാഴ്ച ദിവസം നമ്മൾ അവിടെ പോയ സമയത്ത് ഉച്ചക്ക് പോയത്. അപ്പൊ ഞാനിങ്ങനെ അങ്ങോട്ട് കേറുമ്പോ ഒരു സ്വാമി ഇങ്ങോട്ട് പൂജ കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ അയാളോട് ഇങ്ങനെ ചിരിച്ചു, ഞാൻ അങ്ങ് പാസ് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് ഞാനൊരു കുറച്ചൊരു 2-3 സ്റ്റെപ്പ് മുന്നോട്ട് എടുത്തു വെച്ചപ്പോ അയാൾ എന്നെങ്ങനെ വിളിക്കുന്നുണ്ട്, അമ്മ അമ്മ. അപ്പൊ ഞാൻ വിചാരിച്ചു അത്ര പ്രായമുള്ള ഒരാൾ എന്നെ വിളിക്കൂലല്ലോ, എന്നാലും ഞാൻ വെറുതെ തിരിഞ്ഞു നോക്കി. അപ്പൊ നോക്കിയപ്പോ എന്നെയാണ് വിളിച്ചത്. അവിടെ കുറെ പേരുണ്ട്. അപ്പൊ അവര് മറ്റേ മുതലേന്റെ അവിടെയുള്ള പ്രസാദം എനിക്ക് തന്നിട്ട് എന്നോട് പറഞ്ഞു, അമ്മ ഇത് മുതലേന്റെ അവിടുത്തെ പ്രസാദാണ്, നിങ്ങൾ വെച്ചോളൂ എന്ന് പറഞ്ഞു. അവിടെ ഒരുപാട് പേരുണ്ട്, പക്ഷെ എനിക്കാണത് കിട്ടിയത്. അതും ആ ഞായറാഴ്ച ദിവസം തന്നെയാണ് കിട്ടിയത്. അതിനാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ അതേപോലെ ഈ 4-5 3 മെഡിറ്റേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായ ആളാണ് ഞാൻ. ഗ്രൂപ്പിലൊക്കെ എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്. എനിക്ക് ഏറ്റവും വലിയ ചേഞ്ച് വന്നത് എല്ലാവരും ഭയങ്കര സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഒക്കെ കാണുന്നു. എവിടെ പോയാലും എനിക്ക് റെസ്പെക്റ്റ് ആണ് കിട്ടുന്നത്. അതേപോലെ എന്നെ അങ്ങനെ മാറ്റി നിർത്തിയവരെല്ലാരും എന്നെ കൂടെ നിർത്തുന്നു. ഞാൻ പറയുന്ന വാക്കുകൾക്കൊക്കെ ഭയങ്കര പ്രാധാന്യം തരുന്നു. അങ്ങനെ ഭയങ്കര എന്താ പറയാ, മിറാക്കിളിൽ ജീവിക്കുന്ന ആളാണ് ഞാനിപ്പോ. താങ്ക് യു സാർ, താങ്ക് യു. ഇനിയും ഉണ്ട് കുറെ. അപ്പൊ ഇങ്ങനെ അടുക്കി പെറുക്കി പറയുമ്പോ കുറെ വിട്ടുപോകുന്നു തോന്നുന്നു. അധികം പറഞ്ഞതനുസരിച്ച് ഇപ്പൊ ഒതുക്കി പറഞ്ഞപ്പോഴാണ് ഇത്രയും ആയത്. പക്ഷെ ലാസ്റ്റ് ഒപ്പിച്ചു മിറാക്കിളുകളാണ് രാധിക ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. താങ്ക് യു രാധിക, വെരി ഗുഡ്, വണ്ടർഫുൾ വണ്ടർഫുൾ. ഇനിയും the long way to go for you. I will repeat the word, the long way to go for you. പിന്നെ അതേമാതിരി സംഭവം ഉണ്ടായാലും വിട്ടു സാർ. പറഞ്ഞു. ഇപ്പൊ എന്നെ പറയുന്ന ഞാൻ അഫർമേഷൻ ചെയ്താൽ എല്ലാം നേടിയെടുക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വീട്ടിൽ നിന്ന് എല്ലാരും എന്തെങ്കിലും ഒരു പ്രശ്നം നമുക്ക് അമ്മേനോട് അഫർമേഷൻ ചെയ്യാൻ പറയാം. പക്ഷെ ഞാൻ എന്ത് അഫർമേഷൻ ചെയ്താലും അത് നടക്കാറുണ്ട് സാറേ. നമ്മൾ 1% പോലും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെയാണ് നടക്കുന്നത്. അതാണ് ഏറ്റവും വലിയ മിറാക്കിൾ. അതൊക്കെ നമ്മൾ വിചാരിക്കുന്ന വേറെ രീതിയിലേക്കും, പക്ഷെ നമുക്ക് കിട്ടുന്നത്, അത് ഞാൻ സാറോട് എപ്പോഴും ഷെയർ ചെയ്യുന്ന കാര്യമാണ്. ഇവിടെ ഗ്രൂപ്പിലാർക്കും അറിയില്ലെങ്കിൽ സാറിന് അത് അറിയുന്നുണ്ടാവും. ഞാൻ ഓരോ കാര്യം അഫർമേഷൻ ചെയ്ത്, ഞാൻ അല്ലാതെ വലിയ ടെക്നിക്സ് ഒന്നും ഉപയോഗിച്ചിട്ടല്ല. എന്റെ ലൈഫിലെ മാറ്റം മുഴുവൻ മെഡിറ്റേഷൻ ആൻഡ് അഫർമേഷൻ ആണ്. അത് രണ്ടുമാണ് എന്റെ ഈ ഒരു 2 മാസത്തിന്റെ ലൈഫ് എന്ന് പറയുന്നത്. അതിന്റെ മുന്നത്തെ എങ്ങനെയാ ഞാൻ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, അത്രയ്ക്ക് മാറ്റമുണ്ട്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. വാട്ട് യു ബിലീവ് യു ബിക്കം. വെരി ഗുഡ്. താങ്ക് യു. സൂസൻ. സൂസൻ അൺമ്യൂട്ട് ചെയ്തോ. ഹലോ സാർ, ഞാൻ പറഞ്ഞോട്ടെ സാർ? പറഞ്ഞോ. ഞാൻ ശരിക്കും പറഞ്ഞ സാറിനെ മെന്ററായി കിട്ടിയത് വളരെ പ്രൗഡ് ഉള്ള ഒരാളാണ്. കാരണം സാറിന് അറിയാമല്ലോ, സാറിനേക്കാൾ മുന്നേ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് കൂടിയ ആളാണ് ഞാൻ. സാറിന്റെ മെന്ററായി ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം എന്തോ ഒരു ഡൗട്ട് ആണ്, എന്താ ഞാൻ അങ്ങനെ പറയുന്നത്. ഞാൻ ശരിക്കും എനിക്ക് അവരോടെ പറയാനുള്ള, ഇവിടെയുള്ള ബാക്കി എല്ലാരോടും പറയാനുള്ള കാര്യമാണ്. കാരണം നമുക്ക് കിട്ടിയ ഇതല്ലേ പറയും. കാരണം ഞാൻ സാറിന്റെ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ സാറിനേക്കാളും മുന്നേ ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് കൂടി എനിക്ക് ഇതിന്റെ എല്ലാ കാര്യം സാർ തന്നെ എന്നോട് പറഞ്ഞു, ഇതെല്ലാം കൂടിയല്ലേ ബാക്കിയൊന്നും ചേരണ്ടാന്ന്. പക്ഷെ ഓട്ടോമാറ്റിക്കലി സാറിന്റെ മെഡിറ്റേഷനിലെ ഞാൻ ഫസ്റ്റ് കൂടിയ സംഭവങ്ങളാണെങ്കിലും സാറിന്റെ ഇതിലേക്ക് ഞാൻ ഈ ക്ലാസ്സുകളിലേക്ക് എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു. കാരണം സാർ
ഈ ഞാനൊക്കെ അന്ന് പഴയ കാലത്ത് കൂടിയ ഫീസുകളും ഒക്കെ വെച്ചു സാറിന്റെ ഈ വില ഇത്രയും വലിയ അന്നത്തെ ഇതൊക്കെ വെച്ച് ഞാൻ വിളിക്കും. അതിലും 100 ഇരട്ടി ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് സാർ ഒത്തിരി അറിവ് പകർന്നു കൊടുക്കുന്നുണ്ട്. വളരെ തുച്ഛമായ തുകയിൽ. അതാണ് എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം അതെങ്ങനെ സാറ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ പ്രയോജനങ്ങൾ എല്ലാവരും അനുഭവിക്കാൻ പറ്റുന്നു എന്നുള്ളത് ഇപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് ക്ലാസ്സുകളൊക്കെ കൂടി സമയത്തുള്ള ഒരുപാട് കാര്യങ്ങൾ എന്റെ ഇതിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ 2020 മെഡിറ്റേഷനകത്ത് സാറിന്റെ 2020 മെഡിറ്റേഷനിൽ കൂടി എന്റെ ബിഗ് പ്രൊജക്ടുകൾക്കൊക്കെ സാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻക്വയറീസ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പം ശരിക്കും എല്ലാം ഒരു ഡെസ്റ്റിനി എന്നൊക്കെ തന്നെ പറയാം. യഥാർത്ഥത്തിൽ നമ്മൾ എത്തിച്ചേരേണ്ടടുത്ത് എത്തിച്ചേരും എന്നുള്ള ഒരു രീതിയിലേക്ക്. അപ്പം ഞാൻ അങ്ങനെ പല കാര്യം എനിക്ക് സാർ പറയുന്ന കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ശരിക്കും നമുക്ക് ഈ പറയുന്നത് ദൈവാധീനം ഫസ്റ്റ് മറ്റ് സാർ പറഞ്ഞോട് നമ്മൾ ആ ദൈവാധീനം അതാ കറക്റ്റ് കണക്ഷൻ അതെവിടെയാ എത്തിച്ചേരേണ്ടത് നമ്മൾ എത്തിച്ചേർന്നിരിക്കും. അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എല്ലാവരും ഇതിൽ നിന്ന് എന്റെ അനുഭവമാണ്. കാരണം ഞാൻ ഒരുപാട് ഇതുപോലെ എല്ലാ ഇതിനെ പറ്റിയൊക്കെ ഒത്തിരി പഠിച്ചു നോക്കി. പക്ഷെ അതിന്റെ ജീവിതത്തിൽ നമ്മൾ എത്തിച്ചേരുന്ന ഒരു സ്ഥലമുണ്ട്. ഈ ദൈവം നമ്മളെ ഒരിടത്ത് എത്തിച്ചേർക്കും നമ്മൾക്ക് വേണ്ടി. അപ്പൊ അത് കറക്റ്റ് ഞാൻ സാറിന്റെ മെന്ററാകുക എന്ന് പറഞ്ഞത് സാറ് എനിക്ക് ഞാൻ പറഞ്ഞ ഞാനിപ്പം നേരത്തെ ഇത് ചെയ്തെന്ന് പറഞ്ഞാലും പക്ഷെ എനിക്ക് വളരെ ഭയങ്കര അഭിമാനം തോന്നുന്നു ശരിക്കും പറഞ്ഞു. സാറ് സമ്മാനമൊന്നും തരണ്ട കേട്ടോ. അങ്ങനെ താങ്ക് യു സാർ. സൂസന ഞാനും 1 to 1 ഇരുന്നപ്പോ സൂസന ആദ്യം പറഞ്ഞത് ഞാൻ ഇത്ര വർഷം മുമ്പേ എടുത്ത് ഇത് ലോ ഓഫ് അട്രാക്ഷൻ പഠിപ്പിച്ച് 1.5 ലക്ഷം രൂപ ഫീസ് കൊടുത്ത് എന്റെ ഗുരുവിൽ നിന്ന് നേരിട്ട് പണ്ട് ഞാൻ എടുത്ത് ഈ ലോ ഓഫ് അട്രാക്ഷൻ അറിയുന്ന കാലത്തിന് മുമ്പേ പഠിച്ചു വെച്ച ആളാ. എന്നിട്ടാണ് ആരും വിശ്വസിക്കത്തില്ല സാർ പറഞ്ഞല്ലേ. ഇപ്പൊ നമ്മള് പറയുന്നത് പക്ഷെ സാറിനോട് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞല്ലേ. അതായത് പക്ഷെ അതാ ഞാൻ പറഞ്ഞത് അതിന്റെ ഒരു ഡെസ്റ്റിനി നമ്മൾക്ക് എവിടെ നിന്നാണ് നമ്മൾക്ക് ഏതാണ് എപ്പോഴും നമ്മൾക്ക് വേണ്ടിയുള്ളത് എപ്പോഴും ദൈവം നമ്മളെ ഇത് ചെയ്തിരിക്കുക എന്നുള്ളത്. ആ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെടും. ഇവിടെ അല്ല ഞാൻ എപ്പോഴും പറയും സാർ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഞാൻ പറയാം ഇതിന്റെ എല്ലാ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇൻട്രസ്റ്റ് ആയ ശരിക്കും സാർ ഇവരോടുള്ള ഇന്ററാക്ഷനും ഇവരെ ഇത്ര സിമ്പിളായിട്ട് ഇവരിലേക്ക് ഇറങ്ങി ചെല്ലുന്ന പഠിപ്പിക്കുന്നതാണോ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ക്ലാസ്സുകൾ കാണാൻ തുടങ്ങി. ആ ഒരു ഇൻട്രസ്റ്റിന്റെ പേരില്ല സത്യം പറഞ്ഞാ എനിക്കത് ഭയങ്കര സന്തോഷം വരും. എല്ലാവരോടും ഇത്രയും കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുന്നതോട് ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ ആര് പഠിപ്പിക്കും ആ രീതിയിൽ എല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പം ആ ഒരു ഇൻട്രസ്റ്റ് കണ്ടാണ് ഞാൻ ഇതിലേക്ക് കയറി സാറിന്റെ ക്ലാസ്സുകളിലേക്ക് വന്നത്. അവസാനം ഞാൻ വീണ്ടും മെഡിറ്റേഷൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തെന്നുള്ള. അപ്പൊ അതാണ്. അപ്പം എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹം. ഇതിൽ നിന്ന് ഈ ഒരു ജേർണി ആർക്കും ഒരിക്കലും ഒരു നഷ്ടങ്ങൾ വരില്ല എന്ന് ഞാൻ 100% പറയും. ഞാൻ താങ്ക് യു സൂസൻ, തീർച്ചയായും താങ്ക് യു. അല്ല ഞാനിതൊരു ആ രീതിയിലാണല്ലോ കാര്യങ്ങളെ ആവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളിലേക്ക് മാറ്റം ഉണ്ടാകുന്നത് മാത്രമാണ് എന്നെ സന്തോഷപ്പെടുന്നത്. ഞാൻ പലവട്ടം പറയണം, അത് മാത്രമാണ് എന്നെ സന്തോഷിപ്പിക്കുന്ന ഏക ഘടകം. മറ്റൊന്നും ഒരു ഫൈനാൻഷ്യൽ ആയിട്ട് കാര്യങ്ങളും അല്ല. നിങ്ങൾക്ക് അത് ഞാൻ പറഞ്ഞു സാറിന് എനിക്കറിയാം. സാറിന് ഞാൻ എന്നും അതിശയിക്കും. സാറിന്റെ ഓരോ വിലപ്പെട്ട അറിവ് നമ്മളെ കൊടുക്കുന്ന അറിവുകൾക്ക് തിരിച്ചൊരു പ്രതിഫലം എന്നുള്ള രീതിയിൽ ചിന്തിക്കുവാണെങ്കിൽ ഇതൊന്നും അല്ലല്ലോ സാർ. അത് എനിക്കറിയില്ല, എല്ലാവർക്കും അറിയാം. മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും അത് ഞങ്ങൾക്ക് കിട്ടിയത് എത്ര വിലമതിക്കാനാവാത്ത അറിവുകളായിരുന്നു എന്നുള്ള. ഇത്രയൊന്നും കൊടുത്താൽ പോരായിരുന്നു എന്ന് പിന്നീട് മനസ്സിലാവുള്ളൂ. കാലം പതുക്കെ അത് തെളിയിച്ചു കൊടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. വനജാദേവി പറയൂ. സാറേ ഞാൻ ആകെ ഒരാഴ്ചയായിട്ടുള്ള സൂമിൽ കയറി തുടങ്ങിയിട്ട്. പക്ഷെ ഞാൻ എന്നും സാറിന്റെ യൂട്യൂബ് ചാനൽ കാണാറുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഞാനിങ്ങനെ എനിക്ക് ഒരുപാട് ടെൻഷനാണ്, എപ്പോഴും ടെൻഷനാണ്. പിന്നെ എന്തായാലും ആരെങ്കിലും പറയുമ്പോഴത്തേക്ക് കരച്ചിൽ വരും, കരയും ഞാൻ, ദേഷ്യം അങ്ങനെയൊക്കെ ആയിരുന്നു. ഈ ബിസിനസ് ശരിയാവുന്നില്ല, ഓരോ പ്രശ്നങ്ങൾക്കും അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളായിട്ട് എപ്പോഴും വിചാരിക്കുമായിരുന്നു. ഈ വിശ്വശാസ്ത്രനാമൊക്കെ കേട്ടിട്ടാണ് ഞാൻ കിടക്കുമായിരുന്നു, ഒരു മനസ്സിനെ ശാന്തി കിട്ടാൻ. പക്ഷെ അതിനുശേഷമാണ് യാദൃശ്ചികമായിട്ട് സാറിന്റെ ഒരു വീഡിയോ ആദ്യം മെഡിറ്റേഷനാണ് ഞാൻ കണ്ടത്. അതൊരു ദിവസം ചെയ്തത്. അതിനുശേഷം എനിക്ക് ഭയങ്കര സമാധാനം തോന്നി. അതിനുശേഷം സാറ് വാട്സപ്പ് ലിങ്കൊക്കെ അതിൽ കണ്ടിട്ട് അതിൽ കയറാൻ തുടങ്ങിയപ്പോൾ എന്റെ വാട്സപ്പിലെ ഫുള്ള് കാറ്റലോഗ് എല്ലാം പോയി, എന്റെ വാട്സപ്പിൽ പോയി. എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നിട്ട്. അപ്പൊ പിന്നെയും ഞാൻ ഇത് ഫുള്ള് പോവുകയും ചെയ്തു. എനിക്ക് എന്റെ ബിസിനസ്സും പോയി. ഇനി എന്ത് ചെയ്യും? പക്ഷെ സാറിന്റെ ക്ലാസ്സിൽ കയറണം എന്നുണ്ടായിരുന്നു.
ഒരു 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ആ ലിങ്കിൽ കയറാൻ പറ്റി. എന്റെ കാറ്റലോഗ് ഒക്കെ തന്നെ തിരിച്ചു വന്നു. അതൊക്കെ അതിൽ ലോഡായി. ഇപ്പോൾ വീണ്ടും അതിനുശേഷം എനിക്ക് മനസ്സിന് ഒരുപാട് സമാധാനം കിട്ടുന്നുണ്ട്. പിന്നെ എന്റെ ബിസിനസ്സിലാണെങ്കിലും ഞാൻ അവിടെ ഇപ്പൊ അബുദാബിയിലാണുള്ളത്. അവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് നല്ലൊരു പ്രോഗ്രസ് വന്നു. ജോലി ലീവ് എടുത്തിട്ടാണ് ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പിക്കിളിന്റെ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അതിൽ കുറച്ചൊരു പ്രോഗ്രസ് എനിക്ക് വന്നു. അപ്പോഴത്തേക്ക് ഇവിടേക്ക് വരേണ്ടി വന്നു. എനിക്ക് ഉറപ്പാണ് അവിടെ പോയാൽ എനിക്ക് അതിന്റെ മാറ്റം കിട്ടും എന്നുള്ളത്. പിന്നെ എനിക്ക് ക്ലാസ്സിൽ ശരിക്കും ഞാൻ ഇവിടെ വന്നിട്ട് കയറിയിരുന്ന സമയത്ത് ഹസ്ബൻഡ് ഒരു വിധം എന്താണോ പറയാ ഒരുപാട് പറഞ്ഞ് ഞാൻ പകുതിക്ക് വെച്ച് ഇറങ്ങിപ്പോയിട്ടുണ്ട്. എനിക്ക് എന്നിട്ട് ഞാൻ കുറെ സങ്കടപ്പെടുകയൊക്കെ ചെയ്തു. എനിക്കിതിൽ മുന്നോട്ട് കയറാൻ പറ്റില്ലേ, കാണാൻ പറ്റില്ലേന്ന്. എന്നിട്ട് ഞാൻ ഇതിൽ അഡ്മിനോട് ഒരു ദിവസം സംസാരിക്കുകയും ചെയ്തത് വാട്സപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം മുതൽ ഒരു പ്രശ്നമില്ല. ഞാനിത് ഡെയിലി ഇപ്പം ഇതിൽ കയറുന്നുണ്ട്. ഒരു പ്രശ്നമില്ലാണ്ട് ഞാൻ ഈ ക്ലാസ് കേൾക്കുന്നുണ്ട്. അതുപോലെ സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അലർജിയുടെ ടാബ്ലറ്റ് കഴിക്കുന്ന വിവരം. 21 രൂപയുടെ ടാബ്ലറ്റ് ഒക്കെ ഞാൻ ഡെയിലി കഴിച്ചുകൊണ്ടിരുന്നത്. 2 ദിവസമായിട്ട് അതും ഇല്ല. ഇപ്പോൾ അത് നിർത്തി വെച്ചിരിക്കുന്നു. മനസ്സിൽ ഒരുപാട് സന്തോഷ സമാധാനം. ആരെന്ത് പറഞ്ഞാലും നമുക്ക് കേൾക്കാത്തൊരവസ്ഥ. ആരെങ്കിലും വോയിസ് ഇട്ടാൽ പോലും ഞാൻ പറഞ്ഞു എന്റെ ഫ്രണ്ട്സിന് ഞാൻ ഈ ലിങ്ക് കൊടുത്തിട്ട് അവരിങ്ങനെ നമ്മൾ പിന്നെയും അതിലേക്ക് തന്നെ അല്ലേ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിതൊന്നും കേൾക്കണ്ട, നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നല്ല സമയം ഉണ്ടെങ്കിൽ ഇതിൽ കയറിക്കോ പറഞ്ഞു. ഇന്ന് ആ 2 പേര് കയറിയിട്ടുണ്ട്. ഇതിൽ എന്നോട് പറഞ്ഞ എന്റെ ഫ്രണ്ട് കയറിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷം. നല്ലൊരു പ്ലാറ്റ്ഫോമിലേക്കാണ് അവരെ കൊണ്ടുവന്നത്. എനിക്കും അത് കാണാൻ പറ്റി. എനിക്ക് 2-3 പേർക്ക് അത് കൊടുക്കാനും പറ്റി. എന്തായാലും എനിക്ക് പിന്നെ എനിക്ക് അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ എന്നും എഴുതി വെക്കണ ഒരു ഇതുണ്ടായിരുന്നു. എന്തും എഴുതി വെക്കും. പക്ഷെ എന്റെ ആ രീതി ശരിയല്ല എന്നുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. അതെങ്ങനെയാ ചെയ്യേണ്ടത്. എന്തായാലും ഞാൻ നാട്ടിൽ വന്നതിന് ശേഷമുള്ള സാറിനോട് എനിക്ക് സംസാരിക്കണം, അതിനെപ്പറ്റി മുഴുവൻ അറിയാൻ. ഞാനിത് തെറ്റാണ് ചെയ്തുകൊണ്ടിരുന്നതെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. താങ്ക് യു സാർ. ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി. എനിക്ക് ഒരാഴ്ച കൊണ്ടായി എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. വനജാദേവി വന്ന് പരിചയപ്പെട്ടതിന് ശേഷം നിങ്ങൾ എനിക്ക് അയക്കുന്ന മെസ്സേജ് എല്ലാം ഞാൻ വായിക്കുന്നുണ്ട്. മറുപടി പറയാൻ ചില സമയത്ത് എനിക്ക് സമയമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വാക്കിലൊക്കെ പറഞ്ഞു ഒപ്പിക്കുകയാണ്. കാരണം അതിൽ കൂടുതൽ പറഞ്ഞ് തെളിയിപ്പിക്കാൻ പറ്റുന്നതല്ല. നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന അവസ്ഥ ഞാൻ പറഞ്ഞുതരാം. കൃഷി ഇറക്കാനായി ഒരു പാടം തെരഞ്ഞെടുത്തു ദൈവം എന്ന് കരുതുക. അല്ലെങ്കിൽ നിങ്ങളൊരു കൃഷി ഇറക്കാൻ ഒരു പാടം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഒന്നേരം പോയി കൃഷി ഇറക്കും. അവിടെ കുറച്ച് ദിവസം അതിന് ചുറ്റുവട്ടങ്ങളൊക്കെ നമ്മൾ പരമ്പരാഗതമായി കൃഷി ഇറക്കുമ്പോൾ കുറച്ച് ദിവസം ചുറ്റുവട്ടങ്ങളൊക്കെ ഒന്ന് തെളിയാനായി കാത്തിരിക്കും. ഇടയ്ക്കൊന്ന് പോയി നോക്കി വരും. ഇത് കൃഷി അറിയുന്നവർക്കറിയാം അതിന്റെ രീതി കേട്ടോ. തെളിയാനൊക്കെ നിന്നിട്ടാണ് പതുക്കെ ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വെട്ടിത്തെളിച്ചിട്ടാണ് ഭൂമി നന്നാക്കി എടുക്കുക. ആ ഭൂമി നന്നാക്കി എടുത്തതിന് ശേഷം മാത്രമേ വിളവിറക്കുള്ളൂ. അപ്പൊ അതിന്റെ ഒരു സമയമുണ്ട്. അതിന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളെ വാച്ചിങ്ങിലാണ്. നിങ്ങൾ ശ്രദ്ധയോടെ കാത്തിരിക്കുക. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഇന്ന് എഴുതി തന്നതിന് ഞാൻ ഒറ്റയടിക്ക് മറുപടി ചെയ്യാൻ തെറ്റാണെന്ന് ഒറ്റയടിക്ക് ഞാൻ പറഞ്ഞു വെച്ചത്രയാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടതല്ല, അത് തന്നെയാണ്. പക്ഷെ നിങ്ങൾ എഴുതുന്നത് തിരിഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പൊ ഞാൻ കറക്റ്റ് ചെയ്യില്ല. നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ബിക്കോസ് നിങ്ങൾ കറക്റ്റ് അലൈൻമെന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കറക്റ്റ് അലൈൻമെന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ചെറിയൊരു വെയിറ്റിംഗ് ഉണ്ട്. ആ വെയിറ്റിംഗ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ റെഡി ആയിക്കോളും. തൽക്കാലം ജസ്റ്റ് വെയിറ്റ്. തീർച്ചയായും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ആരാ? മഞ്ജുരാജു ഒരു സാറേ, എനിക്ക് 3 മാസമായി ഞാൻ ഈ ക്ലാസ്സിൽ വന്നിട്ട്. ഓണത്തിനൊരു 2 ആഴ്ച മുമ്പാണ് ആ തിരക്കുള്ള ടൈമിലാ സാറിനെ കണ്ടുമുട്ടിയത്. എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആ ദിവസം മുതൽ പിന്നെ ഇങ്ങോട്ട് എനിക്ക് ഓരോ ദിവസവും മിറാക്കിൾ ഉണ്ട്. പക്ഷെ പറഞ്ഞാൽ തീരില്ല. ഈ ഒരു ഇന്നത്തെ ദിവസം ലാസ്റ്റത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കുറെ നാളുകൾ കൂടി അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ച് 2-3 ദിവസം മുമ്പേ കുട്ടികളോട് പറഞ്ഞ് അവർ സ്കൂളിൽ നിന്ന് വന്ന് എനിക്ക് ആ ദീപാരാധന കാണാൻ പറ്റുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. 5:30 ആയപ്പോഴാണ് ഞാൻ എന്റെ ഷോപ്പ് അടച്ച് വീട്ടിൽ വന്ന് പെട്ടെന്ന് 6:30 ആകുമ്പം ദീപാരാധന തുടങ്ങും. പക്ഷെ കുറച്ച് ദൂരെ പോയി. പക്ഷെ കറക്റ്റ് ടൈമിൽ അവിടെ എത്തി. ഏറ്റവും ലാസ്റ്റത്തെ മിറാക്കിളാണ് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത്. അതാണ് ഇന്നത്തത് ഏറ്റവും ലാസ്റ്റത്തെ. സാറിന്റെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട്
ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു ദിവസം സാറ് ക്ലാസ് എടുത്തപ്പം സാറ് കോട്ട് ഇട്ടതിനെ കുറിച്ച് എന്തോ സംസാരിച്ചു. എനിക്കത് ഓർമ്മയില്ല. കോട്ട് ഇടുന്നതിനെ കുറിച്ച്, നമ്മൾ ഡ്രസ്സ് ധരിക്കുന്നതിലുള്ള കോൺഫിഡൻസ് കിട്ടുന്നതിനെ കുറിച്ച്. അപ്പം എനിക്കിപ്പം 45 വയസ്സായി. അപ്പം ഒരു 17ാമത്തെ വയസ്സിൽ തോന്നിയ ഒരു ആഗ്രഹം, എനിക്ക് ജീൻസും ഷർട്ടും ഇടണമെന്ന്. അപ്പൊ സാർ ആ വാക്കുകൾ പറഞ്ഞപ്പം എനിക്ക് എവിടെ നിന്നില്ലാത്ത ധൈര്യം കിട്ടി. അന്ന് സാറിന്റെ ക്ലാസ്സില് ശനിയാഴ്ച ദിവസമാണെന്ന് തോന്നുന്നു, രാവിലെ ഒരു മെഡിറ്റേഷൻ സാറ് ആ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ച്. അപ്പൊ ഞാൻ ആ മെഡിറ്റേഷനും ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ കോൺഫിഡൻസ് കിട്ടിയത്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഡ്രസ്സ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് ഇട്ട് നോക്കിയിട്ട് ഇണങ്ങുമെങ്കിൽ. പക്ഷെ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോ കുട്ടികൾ പറഞ്ഞു, അമ്മ ധൈര്യത്തെ ഇട്ട് ഷോപ്പിൽ പൊക്കോളാൻ. എല്ലാരെയും അതിശയിപ്പിക്കുന്ന വിധത്തിലാണ് ഞാൻ അന്ന് ചെന്നത്. അന്നത്തെ ദിവസം എന്റെ കടയിൽ നടന്ന ആ കാര്യങ്ങളൊന്നും എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റില്ല. അത്രയും ഹാപ്പി ആയിട്ടാണ് അന്ന് ഫുള്ള് ഞാൻ നല്ല എനർജി ആയിട്ട് നിന്ന് വർക്ക് ചെയ്ത്. ആദ്യം തന്നെ അപ്പം ഞാൻ അതിന് സാറിന് നന്ദി പറഞ്ഞു. സാറാണ് എനിക്ക് ആ ധൈര്യം തന്നെ. ഫസ്റ്റ് ചാൻസ് അതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ടൂർ പോകുന്ന കാര്യമാണ്. എന്റെ ഏതാണ്ട് ഒരു 10 വർഷം മേളിലായി ഞാനൊന്ന് ടൂർ പോയിട്ട്. അപ്പൊ എന്റെ കൺമുന്നിൽ എല്ലാരും, ഫ്രണ്ട്സ്, വീട്ടുകാര് എല്ലാരും പൊക്കോണ്ടിരിക്കുവാ ടൂറ്. അപ്പോഴൊക്കെ അവരെന്നോട് പറയും, നീ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടാതെ നീ പലിശക്കെടുത്തെങ്കിലും ഒരു ടൂറിന് പോ എന്ന് പറയും. അപ്പോഴൊക്കെ ഞാൻ പറയും, ഇല്ല ഇല്ല, ഈ വരുത്തി വെക്കുന്ന ബാധ്യത മുഴുവനും എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. എനിക്ക് എന്റെ സ്വന്തം പൈസ കൊണ്ട് ഞാൻ പോകും, എന്നെ കൊണ്ടുപോകാൻ ആരുമില്ല, ഞാൻ പോകും എന്ന് എന്റെ മനസ്സിലൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ സാറിന്റെ ഈ ക്ലാസ്സിൽ വന്നതിന് ശേഷം, അതേപോലെ ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞപ്പം എനിക്ക് ഒരു ഡ്രസ്സ് കൂടെ എടുക്കണം. അപ്പൊ ഓണത്തിന് ഞാൻ ഈ വർഷം എടുത്തത് ജീൻസും ഷർട്ടും ആയിരുന്നു. അത് എടുത്തോണ്ട് വന്നിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ച്, ഇത് എവിടെ ഇട്ടുകൊണ്ട് പോകും. വന്ന് വീട്ടിൽ കയറി ഇരുന്ന ഉടനെ തന്നെ എനിക്ക് കോള് വന്നു, ഫാമിലി ടൂറ്. അടിച്ചു പൊളിച്ച് തകർത്ത് വാരി സൂപ്പർ ഹാപ്പി എന്ന് പറഞ്ഞ 1 രൂപ കടമില്ലാതെ 15,000 രൂപയോളം എന്റെ കയ്യിൽ സ്വന്തമായി വന്നു. സ്വന്തമായി എന്ന് വെച്ചാൽ 10,000 രൂപ ഞങ്ങൾക്ക് വണ്ടി ചാർജും ചെലവ് ഉൾപ്പെടെ 10,000 രൂപ. അത് ഞാൻ അധ്വാനിച്ച പൈസ എനിക്ക് എടുത്തു കൊടുക്കാൻ പറ്റി ഓണത്തിന്. അത് ഹാപ്പി ആയിട്ട് അത് കൊടുത്തു. പിന്നെ എന്റെ ആങ്ങള എനിക്ക് 5,000 രൂപ ഇട്ട് തന്നിട്ട് പറഞ്ഞു, എനിക്ക് തിരിച്ചു തരണ്ട, എടുത്തോളാൻ. അങ്ങനെ എനിക്ക് ആ സമയങ്ങളിലൊക്കെ എന്റെ ആ സന്തോഷം ഇരട്ടിക്കുന്നതനുസരിച്ച് എന്നിലേക്ക് പണം വന്നുകൊണ്ടേയിരുന്നു. അപ്പൊ ഞാൻ ഹാപ്പി ഹാപ്പി ഹാപ്പി. സാറിന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് നല്ല തിരക്കുള്ള ടൈമായിരുന്നു. രാവിലെ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു, രാത്രി 11 മണി വരെ ഞങ്ങൾ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും നല്ല വർക്കും ഹാപ്പി ആയിരുന്നു. പക്ഷെ എനിക്ക് ഒരു ക്ഷീണവും ഇല്ലായിരുന്നു. അതേ സമയം തന്നെ ഞാൻ സാറിന്റെ ക്ലാസ്സും അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴും സാറ് ക്ലാസ്സിൽ ആരോടോ പറയുന്ന കേട്ട് കടം വാങ്ങിച്ച് ആരും എന്റെ കോഴ്സിൽ വന്ന് ചേരരുതെന്ന്. അപ്പൊ എനിക്ക് വീണ്ടും ഒരു ധൈര്യം കിട്ടി. അപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിലേക്ക് 2,000 രൂപ ഞാൻ കടമില്ലാതെ തന്നെ വരും എന്നുള്ള വാശിയിൽ ഞാൻ അങ്ങനെ തന്നെ വന്നു. അത് എനിക്കൊരു ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ഒരു ടൂറ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ നിമിഷവും ഉണ്ട്. പിന്നെ അടുത്തത് പറയാന്ന് വെച്ചാൽ ഈ 7 ഡേയ്സ് മെഡിറ്റേഷൻ നടക്കുന്ന ടൈമില് ആദ്യത്തെ 4 ദിവസം സാറ് മെഡിറ്റേഷൻ നടത്തി കഴിഞ്ഞ് എനിക്ക് ചൊവ്വാഴ്ചത്തെ ദിവസത്തത് ഞാൻ ആദ്യം എടുത്ത ചൊവ്വാഴ്ചത്തത് ഞാൻ ശരിക്കും മനസ്സിനെ പിടിച്ചിരുത്തി. പക്ഷെ എന്റെ മൈൻഡ് നെഗറ്റീവ് തോട്ടിലേക്ക് പോകുന്നു. പിന്നെ അത് കഴിഞ്ഞ് സാറ് വ്യാഴം കഴിഞ്ഞ് പിന്നെ തിങ്കൾ തൊട്ട് തുടങ്ങിയപ്പം എനിക്കൊരു മനസ്സിന് എന്തോ ചൊവ്വാഴ്ച ഇരിക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നിപ്പിച്ച്. അപ്പൊ നെഗറ്റീവ് തോട്ട് വരുന്നത് കൊണ്ട് തന്നെ ഞാൻ അത് അറ്റൻഡ് ചെയ്തില്ല മനഃപൂർവ്വം. പിന്നെ ഞാൻ ബുധനാഴ്ച കയറി. അന്നാന്ന് തോന്നുന്നു എന്തോ അപ്പൊ സാറ് ഹെഡ്സെറ്റ് വെക്കണോന്ന് എന്നോട് എല്ലാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹെഡ്സെറ്റ് എനിക്കാണെങ്കിൽ എന്റെ ഒരു ചെവിക്ക് ഒരു കേൾവിക്കുറവുണ്ടായിരുന്നു. അപ്പം അത് കുഞ്ഞിലെ മുതലുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാനത് വീട്ടിൽ പറഞ്ഞു. അവര് ഡോക്ടറെ കാണിച്ചിട്ടൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിട്ടെങ്കിലും എനിക്കറിയാമായിരുന്നു എനിക്ക് കേൾവി പൂർണ്ണമല്ല എന്ന്. അപ്പം ഡോക്ടർ പറഞ്ഞു, വീട്ടുകാരും അത് തട്ടിക്കളഞ്ഞപ്പോ പിന്നെ എന്റെ മൈൻഡിൽ അത് നിന്നില്ലെങ്കിലും അത് ഞാൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പം
എന്റെ കൂടെ ഉള്ളവരായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ കൂടുതലും അവരുടെ എന്റെ ഇടത്ത് ചെവിക്കാണ് കേൾവി കുറവ്. അപ്പൊ ഞാൻ കൂടെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാവരുടെയും ഇടത് സൈഡിലേ ഇരിക്കത്തുള്ളൂ ഞാൻ. എന്നുവെച്ചാൽ എന്റെ വലത് ചെവി കൊണ്ട് കേൾക്കാൻ ഫോൺ വന്നാൽ ഞാൻ വലത് ചെവിയിലേ വെക്കത്തുള്ളൂ. എനിക്ക് ചെവി കേൾക്കത്തേ ഇല്ല ഇടത്. അപ്പം ഈ ഹെഡ്സെറ്റ് വെച്ച് കഴിയുമ്പോൾ എനിക്ക് വലത് ചെവിയിലെ ഹെഡ്സെറ്റ് താഴെ പോയാൽ സാറിന്റെ ക്ലാസ് കട്ടാവുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ നല്ലപോലെ വെച്ച് ഇരിക്കും. ഒരു ദിവസം 7 days മെഡിറ്റേഷനിൽ ഇരുന്നപ്പോഴത്തേക്ക് എന്റെ ഇടത് ചെവിയിൽ എന്തോ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ ഓർത്തു, അയ്യോ ചെവി കേൾക്കാൻ പറ്റത്തില്ല, ഇനി ഇത് വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ചെവിക്കകത്ത് ഇത് വെച്ചത് കൊണ്ടാണോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. പിന്നെ ഒട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്റെ ചെവിക്ക് കേൾവി തിരികെ കിട്ടുവാണെന്ന്. ഞാൻ അത് പ്രതീക്ഷിക്കുന്നില്ല. അത് എന്നുവെച്ചാൽ ഞാനതൊരു ഇതാക്കി എടുത്തിട്ടില്ല. ആ ഒരു കുറവുണ്ടെങ്കിലും ഞാനത് അതിനുവേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷെ ദൈവം അത് കണ്ടറിഞ്ഞപ്പോ മോൻ ഹെഡ്സെറ്റ് തന്നപ്പോഴും ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ചെവി കേൾക്കത്തില്ല, ഇത് വെച്ചാലും ഞാൻ വെറുതെയാണ്. അത് പറയുന്നത് ഈ പ്രപഞ്ച ശക്തി കേട്ടിട്ടാണോ എന്തോ എനിക്കറിയില്ല. പക്ഷെ എനിക്കിപ്പം പൂർണ്ണമായിട്ടും ചെവി കേൾക്കാം. എന്റെ വലത് ചെവി പൊത്തിപ്പിടിച്ചാലും എനിക്ക് ഇടത് ചെവി കേൾക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഈ ഹെഡ്സെറ്റ് വെച്ച് ഇങ്ങനെ ചെവിക്കകത്ത് എന്തോ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഊരി ഇങ്ങനെ നോക്കും, ഇത് എന്താണ്. അങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു. അപ്പൊ എന്റെ വലത് ചെവിയിൽ അത് താഴത്തോട്ട് വീണപ്പോഴാണ് എനിക്ക് ക്ലാസ് കേൾക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള ആ സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. താങ്ക് യു സാർ. സാറാണ് എനിക്ക് ഈ പ്രപഞ്ച ശക്തി കാട്ടിത്തന്നത്. സാറാണ് ഈ പ്രപഞ്ചം എന്നുള്ള ഈ ഇതില് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്താ പറയേണ്ടത്, സത്യമുള്ള ആൾക്കാരാണ് സാറിന്റെ അടുത്തേക്ക് വരുന്നത്, അതായത് പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ. അതുകൊണ്ട് ഈ ഗ്രൂപ്പിലുള്ള ഒരാളോട് പോലും മിണ്ടാൻ എനിക്കൊരു പേടി തോന്നുന്നില്ല. എല്ലാരും സത്യത്തിന്റെ ആ ഒരു പാതയിലൂടെ വരുന്നവരായതുകൊണ്ട് നമുക്കെന്തോ അങ്ങനെ ഒരു പേടി തോന്നുന്നില്ല. ഈ ഗ്രൂപ്പിൽ ആരെന്ത് ചോദിച്ചാലും അതിനൊരു മറുപടി കൊടുക്കാനായിട്ട് ഒരു ധൈര്യം കിട്ടുന്നുണ്ട്. പിന്നെ വേറൊരു മിറാക്കിള്, ഒരു കുഞ്ഞിലേ മിനിറ്റ്, മുതൽ ഒരു പാട്ട് ഒരു 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 സെക്കൻഡ്. ഇപ്പൊ പറഞ്ഞു വരുന്നത് രണ്ട് ചെവിയും ഈക്വലായി കേൾക്കാൻ തുടങ്ങി എന്നാണല്ലേ? അതെ അതെ നന്നായിട്ട് കേൾക്കുന്നുണ്ട് രണ്ട് ചെവിയും. കേൾക്കുന്നുണ്ട്. വാവ്. എല്ലാവരും ഒരു സ്നേഹം കൊടുത്ത മഞ്ജുരാജിന് ഇതൊരു മിറാക്കിളാണ് കേട്ടോ. അങ്ങനെ ചെവി ഇത്രയും ഇന്നലെ വർഷങ്ങളായിട്ട്. സാറിന്റെ ക്ലാസ് ടെസ്റ്റ് ചെയ്ത് നോക്കി. സാറിന്റെ ആ സ്വരം എന്റെ ഇടത് ചെവിയിലും കേൾക്കുന്നുണ്ടോന്ന് ഞാൻ വലത് ചെവി പൊത്തിപ്പിടിച്ച് ഞാൻ കേട്ട്. എന്നിട്ട് സാറാണെന്നും പറഞ്ഞ് ഞാൻ മെസ്സേജ് ഇടുന്നത് അഡ്മിനായിരുന്നു. രാവിലെ ഗുഡ് മോർണിംഗ് പറഞ്ഞ് ഈ അഡ്മിനാണ് സാറാണെന്നും പറഞ്ഞ് ഞാൻ ഈ മിറാക്കിള് പറഞ്ഞത്. ലാസ്റ്റാ പറഞ്ഞത് ഞാൻ അഡ്മിനാണെന്ന്. പിന്നെ ഓക്കെ. എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഞാൻ കുഞ്ഞിലേ മുതൽ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മുടെ ശീലാമാം പറഞ്ഞ് ഒരു പാട്ട് പാടി നമ്മുടെ ഗ്രൂപ്പിലേക്ക് അങ്ങ് ഇട്ടോന്ന് പറഞ്ഞു. അപ്പൊ ഒരു പാട്ട് മുഴുവനായിട്ട് പഠിച്ചിട്ട് ആ ഒരു വാക്ക് എന്നിലേക്ക് തറച്ചു. പാട്ട് പഠിച്ചിട്ട് എന്ന് പറഞ്ഞ ആ ഒരു വാക്കാണ് എന്റെ ഉള്ളിൽ തട്ടിയത്. ഞാൻ 1 മാസമായി ഇപ്പം മ്യൂസിക് ക്ലാസ്സിൽ പോകുന്നുണ്ട്. അതും എനിക്കിപ്പോൾ സാധിച്ചു. ഇനിയുണ്ട്, കുറെ ആഗ്രഹങ്ങളുണ്ട്, ഒരുപാടുണ്ട്. സാറിന്റെ കൂടെ ഉണ്ടാവും. സാറിന് ഗ്രേറ്റ് തിങ്സ്. അത് സാറിന്റെ വലിയൊരു കുടുംബത്തിനും ഇതാണ്, വലിയൊരു അച്ചീവ്മെന്റ്സ് ആണ് അങ്ങനെ സംഭവിച്ചത് കേട്ടോ മഞ്ജുര. ഇനിയും ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ടാവട്ടെ, അതുപോലെ ഉണ്ടാവട്ടെ. എന്നും കൂടെ ഉണ്ട്. എല്ലാം ദൈവത്തിൽ അർപ്പിക്കുക. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ആ, നീ ആരാ? ഫിലോമിന പറയൂ. ഇങ്ങോട്ട് ചെയ്തു പറയൂ. ഗുഡ് ഈവനിങ് സർ. സാറ് ഞാൻ ആദ്യം കേൾക്കുന്നില്ല. കേൾക്കാം. ഞാന് യൂട്യൂബിലാണ് സാറിന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷെ ഇതിനു മുമ്പ് ലോകത്തിനെ കുറിച്ച് അങ്ങനെ കേട്ടിട്ടുണ്ടെന്നല്ല, യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നൊക്കെ ഇങ്ങനെ കണ്ടുപോകുക അല്ലെ കേട്ടുപോകുന്നല്ലാതെ എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നോ അല്ലെങ്കിൽ ഇതിലേക്ക് വരണമെന്നോ ഒന്നും ഒരു ആഗ്രഹം തോന്നിയിട്ടില്ല. ഒരു അനിൽകുമാർ ചേച്ചി എന്ന് പറയുന്ന സാറിന്റെ വീഡിയോസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുമായിരുന്നു.
പക്ഷെ അതൊക്കെ കേട്ടങ്ങ് പോകും അല്ലെ കണ്ടുപോകും എന്നല്ലാതെ എനിക്ക് പക്ഷെ സാറിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഈ സാറിന്റെ ക്ലാസ് എങ്ങനെ കിട്ടും എന്നുള്ള ഒരു ചിന്ത വന്നു. ഇത് ഈ ഗ്രൂപ്പിന്റെ കാര്യമൊക്കെ സാറ് പറയുമ്പോൾ ഗ്രൂപ്പിലേക്ക് എങ്ങനെ കയറാൻ പറ്റും, അതിന്റെ ലിങ്ക് എവിടെ കിട്ടും, ആരോടെ ചോദിക്കേണ്ടത് ഒന്നും അറിയില്ല. അങ്ങനെ ഇത് സാറിന്റെ വീഡിയോ എല്ലാ ദിവസവും ഞാൻ കാണുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് ഇപ്പൊ വന്നിട്ട് എനിക്ക് തോന്നുന്നു 1 മാസമായിട്ടുണ്ടാവും. അതിനു മുമ്പേ തന്നെ സാറിന്റെ വീഡിയോകൾ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. സാറിന്റെ വീഡിയോ തെരഞ്ഞു പിടിച്ച് ഞാൻ കാണുമായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് അങ്ങനെ ഒരു ദിവസമാണ് എനിക്ക് ലിങ്ക് കിട്ടി. ലിങ്കിലേക്ക് അന്നേരം തന്നെ ചാടി കയറി. ലിങ്കിൽ കയറി കഴിഞ്ഞപ്പോൾ കുറേ ഇതുണ്ട്. ഞാൻ എല്ലാം കയറി ഓരോ ഗ്രൂപ്പിലും കയറി നോക്കി ഏതൊക്കെയാന്ന്. അങ്ങനെ സാറിന്റെ ക്ലാസ്സുകളിലേക്ക് കറക്റ്റായിട്ട് കയറാൻ തുടങ്ങി. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്കൊരു മാറ്റം അനിവാര്യമായിരുന്നു എന്നൊരു ഘട്ടത്തിലാണ് ഞാൻ സാറിന്റെ ഗ്രൂപ്പിലേക്ക് വന്നത്. അത് എന്റെ ജീവിതത്തിലെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ഞാനൊരു ക്രിസ്ത്യനാണ്. അപ്പൊ ഞങ്ങള് നിരന്തരം പ്രാർത്ഥിക്കുന്ന സന്ധ്യാപ്രാർത്ഥന, പ്രഭാത പ്രാർത്ഥന, അങ്ങനെ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. അതുപോലെ കുർബാന, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇതിലെല്ലാം ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും പ്രാർത്ഥനകൾക്കൊന്നും എല്ലാത്തിനും മറുപടി കിട്ടുന്നില്ല എന്നുള്ളൊരു ഒരു ഇതുണ്ടായിരുന്നു. പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥനയൊന്നും ഒരിക്കലും മുടക്കാറില്ല. ബൈബിള് വായന, പ്രാർത്ഥനയൊന്നും അന്നുമില്ല ഇന്നുമില്ല മുടക്കം വരാറില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കുമല്ലോ പ്രാർത്ഥിക്കുന്നത്. ഇതിനൊന്നും ഒരു കൃത്യമായിട്ടുള്ള ഒരു മറുപടി നമുക്ക് കിട്ടുന്നില്ല. കുറെ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇപ്പൊ സാറിന്റെ ക്ലാസ്സിലാണ് അതിനൊരു വ്യക്തത വന്നത്. കാരണം ഞാൻ ഒരിക്കലും എന്നിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല. ഞാൻ എന്നിലേക്ക് തിരിഞ്ഞു നോക്കി എന്റെ പോരായ്മകളെ ഞാനിങ്ങനെ സാറിന്റെ എന്താ പറയാ, സാറ് പറഞ്ഞു തന്നതനുസരിച്ച് ഞാൻ എന്നെ തിരുത്തി. ഞാൻ ഫസ്റ്റ് എന്നെ തിരുത്താൻ നോക്കി. ഞാൻ എന്നിലുള്ള കുറേ നെഗറ്റീവ്സിനെ ഞാൻ ഒഴിവാക്കി നിർത്തിയപ്പോഴാണ് ഓരോ കാര്യങ്ങളും എനിക്ക് സാധിച്ച് കിട്ടാൻ തുടങ്ങിയത്. അപ്പോഴും ഞാൻ പറഞ്ഞാല് മെഡിറ്റേഷൻ 2020 മെഡിറ്റേഷനിൽ ഞാൻ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. 2020 മെഡിറ്റേഷനിൽ ഞാൻ വെച്ച ഒരു കാര്യമായിരുന്നു എന്റെ ഹസ്ബൻഡിനെ കുറിച്ചായിരുന്നു. ഞാൻ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ ഞാൻ ഒരു ചെറിയ ബിസിനസ്സും ചെയ്യുന്നുണ്ട്. അപ്പൊ ഹസ്ബൻഡ് വളരെ എതിർപ്പായിരുന്നു അത് ചെയ്യുന്നതുകൊണ്ട്. പക്ഷെ ഞാൻ അതിൽ എഴുതി വെച്ച് എന്റെ ഹസ്ബൻഡും കൂടി ആ ഒരു ബിസിനസ്സിലേക്ക് വന്നാല് എനിക്ക് കുറച്ചുകൂടെ പ്രയോജനപ്പെടും. അപ്പൊ ഹസ്ബൻഡിനെ കൂടി അതിലേക്ക് കൊണ്ടുവരണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ഇത് എഴുതി വെച്ചു. എനിക്ക് 1ാമത്തെ ദിവസവും 2ാമത്തെ ദിവസവും ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴായിരുന്നു മെഡിറ്റേഷൻ ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്കത് അത്രയ്ക്ക് എഫക്റ്റ് ആയില്ല. പക്ഷെ 3ാമത്തെ ദിവസം ഞാൻ വീട്ടിൽ വന്നിട്ടാണ് മെഡിറ്റേഷൻ ഇരുന്നത്. അതൊക്കെ കഴിഞ്ഞു. ഈ നമ്മൾ 7 days മെഡിറ്റേഷൻ നടക്കുന്ന സമയമായപ്പോൾ വളരെ എന്നെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഹസ്ബൻഡിന്റെ എല്ലാ കാര്യങ്ങൾക്കും എന്നോട് സഹകരിക്കാനും വീട്ടിലെ കാര്യങ്ങൾക്കും അതുപോലെ ബിസിനസിന്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ സ്വഭാവത്തിലും ഒക്കെ ഒരുപാട് മാറ്റം. ഇപ്പൊ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. കാരണം ഹസ്ബൻഡിന്റെ ഈ വലിയ മാറ്റം, നന്നായിട്ട് പുകവലിക്കുന്ന ആളാണ് എന്റെ ഹസ്ബൻഡ്. പിന്നെ പുകവലി വളരെ കുറച്ചു, പിന്നെ ചായ കുടി കുറച്ചു, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഞാൻ പോലും പ്രതീക്ഷിക്കാം. 30 വർഷമായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്. ഈ 30 വർഷത്തിനിടയ്ക്ക് എന്റെ ഹസ്ബൻഡ് ഇത്രയ്ക്ക് മാറിയ ഈ ഒരു മാസം കൊണ്ടാണ് എന്റെ ഹസ്ബൻഡിന് ഇത്രയും മാറ്റം വന്നത്. അതെനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയായില്ല. കാരണം നമ്മളൊക്കെ ആഗ്രഹിക്കുക നമ്മുടെ ഹസ്ബൻഡ് അല്ലെ നമ്മുടെ മക്കളെ ഇന്നൊരു രീതിയിലാകണം. അത് ഞാൻ ആഗ്രഹിച്ചതുപോലെ ഹസ്ബൻഡ് മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞിരുന്ന സാറിനോട് ഞാൻ സാറന്ന് ഇങ്ങനെ നമുക്ക് ദിവസം കിട്ടുന്ന പൈസ എഴുതി ഇട്ടിട്ട് ഒരു ബോട്ടിൽ എഴുതിയിടാൻ പറഞ്ഞു. അന്ന് മുതല് ഇന്ന് വരെ എന്റെ കയ്യിൽ ചെറുതും വലുതുമായിട്ടുള്ള സംഖ്യകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് ചില സമയത്തൊക്കെ പൈസ ചോദിച്ചാൽ എത്ര പൈസ കയ്യിലുണ്ടെങ്കിലും ഇല്ലാന്ന് പറയുന്ന വ്യക്തി ഇന്ന് എന്നോട് നിനക്ക് പൈസ വേണ്ടേ എന്നോട് ചോദിച്ചിട്ട് എനിക്ക് രാവിലെ 500 രൂപ കൊണ്ട് തന്നിട്ടാണ് പോയത്. അത്രയ്ക്കും മാറ്റം എന്റെ ജീവിതത്തിൽ വന്നു. പിന്നെ അതുപോലെ പിന്നെന്തായിരുന്നു മെഡിറ്റേഷൻ, ഈ 7 ദിവസത്തെ 7 ദിവസത്തെ മെഡിറ്റേഷനിൽ ഞാൻ പറഞ്ഞ എനിക്ക് നല്ലൊരു അനുഭവം ഉണ്ടായി. അതും എന്റെ ജീവിതത്തിൽ ആദ്യമാണ്. നമ്മള് ഈ ക്രിസ്ത്യൻസിന് ഇങ്ങനെ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ഒരു
അവസ്ഥയുണ്ട്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, ഒരുപാട് ധ്യാനങ്ങളിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുള്ള വ്യക്തി. അപ്പൊ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എല്ലാവരും ഈ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകുന്നുണ്ട്, വരുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയുക. പിന്നെ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ എനിക്കൊരു അനുഭവം കിട്ടിയിട്ടില്ലായിരുന്നു ശരിക്കും. ഒരു അവസ്ഥ ഞാൻ എനിക്ക് തോന്നുന്നത് 4-ാമത്തെ ദിവസത്തെ മെഡിറ്റേഷനിലാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് എന്താ പറയാ, പരിശുദ്ധാത്മ അഭിഷേകം തന്നെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കറക്റ്റായിട്ട്. എനിക്കത് ഇന്നും എനിക്കത് ഓർക്കുമ്പോ എനിക്ക് എന്താ പറയാ, എനിക്കിങ്ങനെ മേലൊക്കെ കുളിര് വരും ഒരു അനുഭവം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തു ഒരു അനുഭവം ഇനി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. കാരണം നമുക്ക് ഒരു നിമിഷമാണേലും അല്ല, ഒരു നിമിഷം കിട്ടുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അപ്പൊ അതുപോലെ എന്റെ ജീവിതത്തിലാണേലും എന്റെ മക്കളുടെ ജീവിതത്തിലാണേലും ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ ഇനിയുണ്ട്. ഇനിയും ഇതിൽ നെഗറ്റീവ്സ് ഉണ്ടെന്ന് എനിക്കറിയാം. അതും ഞാൻ എന്താ പറയാ, സാറിനെ എന്റെ ഗുരുവായിട്ട് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയാ, ഇവിടെ വിട്ട് പോകുന്നില്ല തന്നെ തീരുമാനിച്ചു. സാറിന്റെ കൂടെ ഈ യാത്രയിൽ ജേർണിയില് എന്നും ഉണ്ടാകും. അപ്പൊ ഒരുപാട് നന്ദി. ഇത്രയും ഒന്നും അറിവിന്റെ ഒരു പൊട്ടുപോലും ആയിട്ടില്ല. ഇനി ഒരുപാട് അറിയാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പൊ ഈ ജേർണിയിൽ ഇങ്ങനെ എല്ലാം എന്താ പറയാ, ഈശ്വരവിഷയം പോലെ എനിക്കൊരു മാറ്റം അനിവാര്യമാണ്. കാരണം ഞാൻ ചെയ്യുന്ന ജോലി, ചെയ്യുന്ന ബിസിനസ്സും എന്താണ് നെറ്റ്വർക്ക് ബിസിനസ്സാണ് ചെയ്യുന്നത്. അതിൽ ഒരുപാട് മാറ്റങ്ങൾ ഞാൻ അതിനു വേണ്ടിയാണ് സാറിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നത്. കുറെ കാര്യങ്ങൾ എനിക്ക് അറിയാനുണ്ട്. ഒരു മാറ്റത്തിന്റെ ഒരു ഇതിലാണ് നിൽക്കുന്നത്. തീർച്ചയായും. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ലോമിന പറഞ്ഞത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ എന്റെ ഭർത്താവിൽ എത്ര മാറ്റം ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മൾ ഒന്നാമത്തെ വിജയം ഇരിക്കുന്നത്. കാരണം നമ്മൾ ഇവിടെ എപ്പോഴും പലരും പറയുന്നത്, ഞാൻ ചെയ്തിട്ട് എന്താ കാര്യം, അവര് മാറില്ലല്ലോ എന്ന് പറയുന്നത്. അപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മൾ ചെയ്താൽ മാത്രം മതി, അവിടെ സംഭവിക്കുക എന്ന് ചെയ്യും. ഇന്നലെയും പറഞ്ഞു ഞാൻ അല്ലെ, സെയിം സംഭവം. ഇതിപ്പോ കൃത്യമായ അനുഭവസ്ഥർ വന്ന് പറയുന്നു അല്ലെ, ഒന്നും ചെയ്യേണ്ട, നമ്മൾ ചെയ്താൽ മതി, ലോകം മാറിക്കൊള്ളും നമ്മുടെ ചുറ്റും. അതിനനുസരിച്ചാണ് ഇവിടെ എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഉണ്ടാവും. സന്തോഷം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നീ ആരാ അൺമ്യൂട്ട് ചെയ്തിട്ടില്ലേ? ദീപ അൺമ്യൂട്ട് ചെയ്ത. ദീപ ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. ദീപ അൺമ്യൂട്ട് ചെയ്യാനുണ്ട്. ഒരു മിനിറ്റ്, ദീപ കഴിഞ്ഞിട്ട് വിളിക്കാം. ദീപ ആരാ? ദീപ ഉണ്ടോ അവിടെ? ഇത് കേൾക്കുന്ന നിങ്ങളാണ് വിശകലനം ചെയ്യേണ്ടത്. ഞാനൊന്നും ഇതിനകത്ത് ചേർത്ത് പറയുന്നില്ല കേട്ടോ, കാരണം അത് ഉചിതമല്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ് വേണ്ടത്. ദീപ ഉണ്ടോ അവിടെ? ആരപ്പോ സംസാരിച്ച? ദീപ ഇല്ല, അൺമ്യൂട്ട് ചെയ്യില്ല. ആരാ സംസാരിച്ചപ്പോ? പറയാ അൺമ്യൂട്ട് ചെയ്തു. ക്യാമറ ഓണല്ലേ നിങ്ങളുടെ? അതെ. കേൾക്കുന്നില്ലേ? കേൾക്കാം. ഞാൻ 2 മാസം കഴിഞ്ഞ് ഞാൻ സാറുമായിട്ട് ഇതിൽ കണക്ഷൻ ആയിട്ട് വന്നിട്ട് യാദൃശ്ചികമായിട്ടാണ് ഈ യൂട്യൂബിൽ കൂടി കണ്ടത്. പക്ഷെ അതിന് ശേഷം പിന്നെ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ട് അങ്ങനെ 2-3 കോഴ്സുകൾ 2020 2 ടേമും ചേർന്നു. പിന്നെ 7 days മിറാക്കിൾസിലും പങ്കെടുത്തു. അങ്ങനെ തുറന്നു വരുന്നു. ഇനി മറ്റേ ഈ 7 ദിവസത്തെ ലോ അട്രാക്ഷനും കൂടി പൈസ അടച്ചിട്ടുണ്ട്. പിന്നെ വലിയ കോഴ്സുകൾ ചെയ്യാൻ കഴിയൂല എന്നില്ല എനിക്ക് ആദ്യം ഒരു ഇതുണ്ടേനു. അതുകൊണ്ട് അതിനധികം ട്രൈ ചെയ്തില്ല. ചെറിയ വരുമ്പോ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ ഇത് 100% കോൺഫിഡൻസിലാണ് ഇതിലുള്ളത്. അതിന്റെ കാര്യങ്ങൾ അങ്ങനെ എല്ലാം വലിയ തടസ്സമില്ലാണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ ഇനി ഞാൻ വർക്ക് ചെയ്യില്ലെന്ന് പറഞ്ഞാല്, ഞാൻ പല ജോലികളും മാറി ചെയ്തിരുന്നു ഇത്ര കാലം. പക്ഷെങ്കിൽ ഒരു പൂർണ്ണ വിജയത്തില് എത്തിയില്ല എപ്പോഴും. അങ്ങനെ ഒരു മിനിമത്തിൽ അങ്ങനെ കൊണ്ടുപോകും. അത് സാധ്യതകൾ ഉണ്ടായാലും അതിനെ എനിക്ക് പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഞാൻ ലാസ്റ്റിൽ എടുക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ, ഒരു ക്രെഡിറ്റ് സൊസൈറ്റിയിൽ, പിന്നെ പ്രൈഡ് മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പിന്നെ ഡെപ്പോസിറ്റ് കളക്ഷൻ ചെയ്യുന്നുണ്ട്. അതിന് ഇപ്പൊ എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയൊരു സാധ്യതകൾ ഇങ്ങനെ അടുത്തു വന്ന് നിൽക്കുന്നുണ്ട്. അതിൽ കൂടി മുന്നോട്ട് കയറാൻ പറ്റില്ല. അതിന് ചുറ്റും ആ സാധ്യതകള് സാറിന്റെ സഹായം ഉണ്ടെങ്കിൽ എനിക്ക് വളരെ ചെറിയ കാലം കൊണ്ട് എന്നെ നേടിയെടുക്കാൻ സാധിക്കുന്നില്ല. ഒരു 100% കോൺഫിഡൻസിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. അത് ഞാൻ സാറോട് അന്ന് പറഞ്ഞു, കോഴിക്കോട്ട് ഞാൻ വരാൻ കഴിയില്ലാന്ന്. ഒരു വിഷയം ഉണ്ടായിരുന്നു അന്ന്, വരാൻ പറ്റൂല. പിന്നെയാണ് കണ്ട് അപ്പടി ഇപ്പൊ ഞാൻ 2000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. കോഴിക്കോട് വരും.
അതോടുകൂടി എനിക്ക് സാറിന്റെ അടുക്കൽ നിന്ന് ഇത് കിട്ടുകയെന്നുള്ളത് പിന്നെയാണ് എന്റെ ഏറ്റവും വലിയ ബാക്കി കാര്യമെല്ലാം എനിക്ക് ഓക്കെയാണ്. കൂടുതലൊന്നും പറയുന്നില്ല സാറേ. അതുകൊണ്ടാണ് നേരിട്ട് കണ്ടിച്ചാകുമ്പോ ബാക്കി പിന്നെ അതിൽ നിന്ന് തീർച്ചയായിട്ടും അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് 7 days ഇതുണ്ടല്ലോ, ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനിങ് ഉണ്ടല്ലോ. അതില് അതുണ്ട്. അതിൽ 1ാമത്തെ ദിവസം ഞാൻ തരാൻ പോകുന്ന ഒരു കിടിലൻ ട്രിക്ക് ഉണ്ട്. പറയാൻ പോകുന്നവരോട് ആരോടും പറയില്ല. കിടിലൻ ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ട് പറയാണ്, അത് ഇന്നേ വരെ നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടാവില്ല. അതുപോലത്തെ ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ആ ഒരു മെത്തേഡ് നിങ്ങൾ ഉപയോഗിച്ചാൽ എങ്ങാട്ടിന് 3ാമത്തെ ദിവസം അതിന്റെ റിസൾട്ട് കിട്ടിയത്. 3ാമത്തെ ദിവസം നിങ്ങൾ ഉദ്ദേശിച്ച സാധനം നിങ്ങളിൽ വന്നിരിക്കും. അത് എന്നിട്ട് നിങ്ങൾ കോഴിക്കോട് വന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് 2ാമത്തെ കോഴിക്കോട് എങ്ങനെ വരും, അതിലടക്ക് ഇത് കിട്ടുന്നോണ്ട് വളരെ സന്തോഷം. കുടുംബസമേതം വരും, 2 പേരും വരും കേട്ടോ. അത് കുറച്ച് തിരക്കിലുണ്ട്, വീട്ടിലെല്ലാം ചെറിയ ആവശ്യം. ഇപ്പൊ ഞാൻ ചേഞ്ച് ആയതിനു ശേഷം നോക്കാം. ഓക്കെ സാർ, താങ്ക് യു. തീർച്ചയായും താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഞാനാ ദീപ. ഗുഡ് ഈവനിങ്. പറഞ്ഞോ മാം. പറയാൻ തുടങ്ങിയ ഒരുപോലെ കുറേ പറയാനുണ്ട്. അപ്പം രാജുവേട്ടൻ പറഞ്ഞു ഇതിന് പറയണ്ട, കോഴിക്കോട് വന്നിട്ട് ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു വേണ്ട, ഞാൻ തന്നെ കുറച്ച് പറയണല്ലോ, കുറച്ചെങ്കിലും പറഞ്ഞില്ലേ. ഇത്രയും ഗ്രൂപ്പില് ഇത്രയും പറയുമ്പോ നമ്മൾക്ക് കുറെ കിട്ടിയ കുറച്ചെങ്കിലും പറയണ്ടേ. അപ്പം എനിക്ക് പറയാനുള്ളത്, ഞാൻ സാറിന് പേഴ്സണലായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കുടുംബ സ്വത്തിന്റെ ഒരു പ്രശ്നം. സാർ അത് വായിച്ചിരുന്നോ എന്ന് എനിക്കറിയില്ല. ഞാൻ എനിക്ക് പറയുകയും ചെയ്തിരുന്നു. ഹൈക്കോടതി നേരത്തെ ആരോ പറഞ്ഞ പോലെ അഡ്മിന് പോയിട്ടുണ്ടാവും, ഫസ്റ്റിലായിരുന്നു. അത് വളരെ വിശദമായിട്ട് ഞാൻ ഉണ്ടെങ്കിൽ സാറിന് അത് ഫോർവേഡ് ചെയ്യാം. അപ്പൊ അത് വലിയൊരു ഇഷ്യൂ ആയിരുന്നു, കുറെ വർഷങ്ങളായിട്ട് നടക്കുന്ന. അത് ആ കേസ് ഹൈക്കോടതിയിലേക്ക് പോയി. കോടതിയിൽ നിന്ന് ആ കേസ് 3-4 വർഷമായിട്ട് എടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ സാറ് ക്ലാസ് കയറിയതിന് ശേഷം ആദ്യമായിട്ട് കഴിഞ്ഞ 30-ാം തീയതി ആ കേസ് എടുത്തു. പക്ഷെ അത് മാറ്റി വെച്ചു, വീണ്ടും ഡിസംബർ 2-ാം തീയതിയിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ സാറിന് അത് ഫോർവേഡ് ചെയ്ത് തരാം. അപ്പൊ എനിക്ക് നല്ലൊരു അഫർമേഷൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സാറിനത് പേഴ്സണലായിട്ട് ഞാൻ ഇട്ടത്. അത് ചിലപ്പോ അഡ്മിന് വായിച്ചിട്ടുണ്ടാവും, സാറിന് തന്നിട്ടുണ്ടാവില്ല. പിന്നെ വേറൊന്ന് പണം വന്നുകൊണ്ടേയിരിക്കുന്നു. പിന്നെ ഒന്ന് ഞാൻ സർവീസിലുള്ളതായിരുന്നു അതുകൊണ്ടുള്ളത്. പക്ഷെ അല്ലാതെ രാജീവേട്ടന് ഊർജ്ജസ്വലനാണെന്നും പറഞ്ഞ് ഞാൻ അങ്ങ് എഴുതാൻ തുടങ്ങി. അവസാനം രാജീവേട്ടന് എനിക്ക് പറഞ്ഞിരുന്നു. രാജീവേട്ടന് FF ആയപ്പം അവർ 5 പേരെ ചേർക്കാതെ. അപ്പൊ പറഞ്ഞു എന്നാ പിന്നെ നിന്നെ കിടക്കട്ടേന്ന്. ഞാൻ എന്ത് ചെയ്താലും ഇങ്ങനത്തേനൊന്നും പോകൂല എന്നും പറഞ്ഞ് ഞാൻ അടിവരയിട്ട് ഇവരെ വിട്ടതാ. പക്ഷെ ഇവരൊരു ദിവസം വന്നിട്ട് പറഞ്ഞ് നീ ഒന്ന് ചേരണം എന്ന് പറഞ്ഞ അവരുടെ ഒരു ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് എന്റെ അടുത്തോട്ട് വന്നു. ഞാൻ SF ആയിട്ട് ചേർന്നു. ഞാൻ പോയിട്ട് ഇപ്പൊ ഞാനായി പ്രൈഡിന്റെ പണിയെടുക്കുന്നു. ഞാനിവിടെ ഇരിക്കും, ഞാനൊരു വിളി വിളിക്കും, ഞാൻ പോവും, പൈസ കളക്ട് ചെയ്ത് എന്റെ അക്കൗണ്ടിലേക്ക് വരും, ഞാനങ്ങ് ഓടും. ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്താട്ടോ. ഞാൻ നിങ്ങളോട് പറയാൻ പോകാനുള്ള കാര്യമായിരുന്നു ഇത്. ഇങ്ങനെ ചെയ്തു നോക്കൂ, നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യുന്നു. വെരി ഗുഡ്. എനിക്ക് പണി തന്നോന്ന് പറയില്ല. ഇല്ല, ഗുഡ്. ക്യാൻസൽ. ഗുഡ്. യു ഗോട്ട് ഗുഡ് ജോബ്. അപ്പൊ ഞാൻ ഇപ്പം അതിലൂടെ എങ്ങനെ, അപ്പം അതുകൊണ്ടെന്താ വെച്ചാൽ രാജുവേട്ടന് ഇപ്പൊ പണി ഉണ്ട്. ഞാൻ വിളിക്കും, അവിടെ പോവും, കളക്ട് ചെയ്യും, അങ്ങനെ പോകുന്നു. പിന്നെ ഓരോ അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറയാനൊന്നും ഇല്ല. പക്ഷെ കുറെ മനസ്സമാധാനമൊക്കെ ഉണ്ടായിരുന്നു. വളരെ സ്മൂത്ത് ആയിട്ട്, വളരെ ഒരു വല്ലാത്തൊരു, കാരണം ഒന്ന് സ്വാമിയുടെ കൂടെയുള്ള യാത്രയായിരുന്നു. അതിലൂടെ നല്ലൊരു ഗുരുവിന്റെ അടുത്തോട്ട് സ്വാമി വിടുകയും ചെയ്തു. അപ്പൊ എന്തായി, അതൊന്നും കൂടെ ഇന്നു മുതൽ ഞങ്ങൾ മോട്ടിവേഷന്റെ ക്ലാസ്സിലേക്ക്, കാരണം സാധാരണ രാവിലെ ജ്യോതിർധ്യാനം എടുക്കാറുണ്ടായിരുന്നു കുറെ വർഷമായിട്ട്. അപ്പൊ ഞാൻ കുറച്ചു നാളായിട്ട് വിട്ടു. അപ്പൊ ആരോ പറയുന്നുണ്ടായിരുന്നു റിട്ടയർമെന്റിന് ശേഷം എല്ലാത്തിനും സമയം കിട്ടും. അപ്പൊ റിട്ടയർമെന്റിന് ശേഷം കുറച്ച് ഉഴപ്പി. അതിനു മുമ്പ് 3:30-4 മണിക്ക് എണീറ്റ് കൃത്യമായിട്ട് ഞങ്ങൾ പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ റിട്ടയർമെന്റിന് ശേഷം ഈ വേദനയും ഒക്കെ കൂടുതൽ നമ്മളെ എഫക്ട് ചെയ്തെന്നൊരു തോന്നലായിരുന്നു. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഞാൻ മെഡിറ്റേഷന് പൈസ അടച്ച് ഇന്ന് രാവിലെ പോലെ ഞങ്ങൾ 2 വീണ്ടും അതിലോട്ട് വന്നു. അപ്പൊ ഇന്നത്തെ ഒരു ദിവസത്തെ മെഡിറ്റേഷൻ തന്നെ
ഒരു കൂളിംഗ് എഫക്റ്റ്. അത് ഏത് രീതിയിലുള്ളതാണ് എല്ലാവർക്കും അറിയാലോ. അപ്പൊ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നിങ്ങനെ പോവുക. സന്തോഷങ്ങൾ പങ്കുവെക്കാൻ ഒരുപാടുണ്ട്. പിന്നെ ഏതായാലും കോഴിക്കോട് വരുമ്പോ നേരിട്ട് കണ്ടിട്ടേ രാജുവേട്ടൻ പറയുന്ന പറഞ്ഞു. തീർച്ചയായിട്ടും. അപ്പൊ സാറിന് അത് ഒരുപാട് താങ്ക്സ്. ലൈല മാം ഏറ്റവും പ്രാർത്ഥിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്വാമിയുടെ കടാക്ഷം അതൊരു വലുതാണ്, ഒരു വലിയൊരു സംഭവമാണ്. ഭയങ്കര അത് എങ്ങനെ എപ്പോഴെങ്ങനെ കണക്ട് ചെയ്യുന്നു നമുക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് അറിയൂ. അത് അനുഭവിച്ച് തന്നെ അറിയണം. അതൊരു വല്ലാത്തൊരു ചൈതന്യമാണ്. ആ ചൈതന്യത്തിന്റെ ഇപ്പൊ നേരത്തെ ഫിലോമിന പറഞ്ഞതുപോലെ ആ ഒരു ചൈതന്യത്തിന്റെ നിമിഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഈ എല്ലാ കളികളും കാണിക്കുന്നത്. അതൊന്ന് അത് കിട്ടിയാലുണ്ടല്ലോ പിന്നെ അതൊരു അമേസിംഗ് ആയിട്ടുള്ള, അത് എങ്ങനെ പറയാ, അതും വാക്കുകളൊന്നും പറഞ്ഞു നിൽക്കാൻ പറ്റുന്നില്ല. കാരണം സ്വാമിയുടെ ഗ്രേസ് ഒരുപാട് ഞങ്ങൾക്ക് നേരിട്ട് അനുഭവിച്ചവരാ ഞങ്ങൾ. നേരിട്ട് പ്രസൻസ്, ഹോംലി പ്രസൻസ് കിട്ടിയതാ. അപ്പൊ നമ്മൾ അതിലൂടെ കടന്നു പോയിട്ടും നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോ എവിടെയോ നമുക്കൊരു നെഗറ്റീവ് തോട്ട്സ് എനിക്ക് വരാറില്ല സാറേ. സത്യമായിട്ടും ഞാൻ നെഗറ്റീവ് തോട്ട്സിലേക്ക് പോയിട്ടില്ല. ഞാൻ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയായിരുന്നു ലൈഫിൽ നടന്നുകൊണ്ടിരുന്നത് ഇന്ന് വരെ. പക്ഷെ രാജുവേട്ടൻ കുറച്ച് പാവാണെന്ന് ഇങ്ങനെ പറയുമായിരുന്നല്ലോ. ആ പാവത ഞാൻ കുറച്ചു വിഷം അനുഭവിച്ചു. സന്തോഷം സന്തോഷം സന്തോഷം. ഇനിയും ഒരുപാട് യാത്രയുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. നമുക്ക് താങ്ക് യു. എനിക്കും നിങ്ങളെ പോലുള്ള ആൾക്കാരെ ചേർത്ത് നിൽക്കുന്നതിൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്, വളരെ സന്തോഷത്തോടുള്ള കാര്യം. ഇവിടെ സീനത്ത് പറഞ്ഞൊരു കാര്യത്തിന് മറുപടി കുറച്ചറിയാം. കോഴിക്കോട് വരുന്നുണ്ട് സാർ, 8 വർഷമായി സാലറിയിൽ മാറ്റമില്ല. അത് കോഴിക്കോട് വന്നാൽ ശരിയാകുമെന്ന് മനസ്സ് പറയുന്നു. ആ മനസ്സ് പറയുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. 8 വർഷമായി സാലറി മാറ്റമില്ലെങ്കിൽ അത് നിങ്ങൾക്ക് മാറിയിരിക്കും 2025 എന്നുള്ളത് ഇവിടെ എഴുതി വെച്ചോളൂ. 2025 മുതൽ നിങ്ങൾക്ക് അതിൽ മാറ്റം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അതിനുള്ള എല്ലാ യോഗ്യതയും റബ്ബുൽ റഹീം പഠിച്ചവന്റെ കൃപയാൽ സാധിക്കുമെന്നതിന് യാതൊരു തർക്കമില്ല. സീനത്തെ അത് കോഴിക്കോട് വരുന്നോ വരുന്നില്ല എന്നല്ല അതിന്റെ വിഷയം. നിങ്ങൾക്ക് അതിന്റെ സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. ആ സമയത്ത് സംഭവിക്കുക തന്നെ ചെയ്യും, വേറെ ഓപ്ഷൻസ് ഇല്ല. സംഭവിക്കും. തഥാസ്തു തഥാസ്തു തഥാസ്തു. താങ്ക് യു. ഇനി ആരാ? ജയമോൾ. ആരുമില്ലെങ്കിൽ ഞാൻ പറയാം. അല്ല, ആൾക്കാർ കുറേയുണ്ട്. ആരാ പറഞ്ഞേ? ദീപ. ദീപ സംസാരിച്ചു. ഞാനിപ്പോ ഹോസ്പിറ്റലിലാണ് സാറുള്ളത്. ഞാൻ അന്ന് ഗ്രൂപ്പിൽ കയറി സാറ് ഞാൻ മെഡിറ്റേഷനിൽ കയറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു യൂട്യൂബിൽ നിന്നാണ് സാറെ ക്ലാസ്സിലേക്ക് കയറുന്നത്. അങ്ങനെ മെഡിറ്റേഷനിൽ കയറി 3 ദിവസത്തെ ആയപ്പോൾ എനിക്ക് ക്ലാസ് കയറാൻ പറ്റിയിട്ടില്ല. എന്റെ ഹസ്ബൻഡിന് പെട്ടെന്നൊരു പനി വന്നു. 3 ദിവസം ഹോസ്പിറ്റലിലായത്. ഇപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ. അപ്പൊ ഒരുപാട് എന്താ വെച്ചാൽ അന്ന് ഡോക്ടർമാര് ചെയ്യുമ്പോൾ ഡോക്ടർ പറഞ്ഞ എന്താ വെച്ചാൽ ഒരു 30 ഡയാലിസിസ് വേണ്ടിയിരുന്നു. പനി മാത്രം 3 ദിവസം കൊണ്ട് മൂപ്പര് ഭയങ്കര ബുദ്ധിമുട്ടായി. എന്താ ഒന്നല്ല 2 കിഡ്നി ഇൻഫെക്ഷൻ, 2 ഡയാലിസിസ് ചെയ്തു, പിന്നെ 2 സ്റ്റെഡ് ഇട്ടു. അങ്ങനെ അപ്പൊ ഞാൻ എല്ലാരും മെഡിറ്റേഷനിൽ എല്ലാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാരും പ്രാർത്ഥിച്ചു. ഒരുപാട് താങ്ക്സ് ഉണ്ട് സാർ. ഞാൻ എനിക്ക് മെഡിറ്റേഷനിൽ എനിക്ക് ഇങ്ങനെ ഒരു മാറ്റം വന്നത് എനിക്ക് ഒരുപാട് അത് പറഞ്ഞറിയില്ല. ഇവിടെ വന്നതിന് പറയണം. പക്ഷെ ഇനി ഞങ്ങള് ഹോസ്പിറ്റലിന് പോകില്ല. ഇപ്പൊ മൂപ്പർ റിക്കവർ ആവുന്നില്ല. നമുക്ക് ഭയങ്കര പെട്ടെന്ന് റെഡിയാവും. ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ് ദീപ. അതിനൊക്കെ എന്താ പറയാ, ഇതെല്ലാവർക്കും ഉള്ള ദൈവത്തിനും പോലും ഇത്തരം കാര്യങ്ങളൊക്കെ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. നമ്മൾ എല്ലാ കഥകളും കേട്ടതല്ലേ. അതെല്ലാം ജീവിതത്തിന്റെ പരീക്ഷണങ്ങൾ മാത്രമാണ്. അതിനെ അതിജീവിക്കുക എന്നാണ്. അത് ഇവിടെ ശ്രദ്ധിക്കേണ്ടതിനെ നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. അതിൻ്റെതായ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ശരിയാണ്. നമുക്ക് ഇന്നത്തെ ഭൗതികതയിൽ ജീവിക്കുമ്പോൾ ഇത്തരം വിഷമങ്ങൾ ഉണ്ടാവും, സാമ്പത്തികമായ വിഷമങ്ങൾ ഇതൊക്കെ ഉണ്ടാവുക തന്നെയാണ്. അതിനൊന്നും നമുക്ക് പ്രതിവിധികളില്ല കേട്ടോ. പ്രത്യേകിച്ച് ഒരു പ്രതിവിധിയൊന്നും ആലോചിച്ച് കാണാൻ പറ്റില്ല. പക്ഷെ ഇതിനെ അർപ്പിക്കുക, അവിടെ അർപ്പിക്കുക, ഒക്കെ അനുഭവിച്ചേ പറ്റൂ. വേറെ ഓപ്ഷൻസ് ഇല്ല ഇതിനകത്ത്. നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല ഓക്കെ ഇത് മാറ്റിപ്പൊടി, അങ്ങനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ. അത് നമ്മൾക്ക് എല്ലാം മാറ്റങ്ങൾ പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്ന് എല്ലാവർക്കും നമുക്ക് കൂട്ടായി പ്രാർത്ഥിക്കാം. എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാവട്ടെ, എത്രയും പെട്ടെന്ന് ആൾ പുറത്തു വരട്ടെ എന്നുള്ള കൂട്ടായ പ്രാർത്ഥന തന്നെ. നിങ്ങൾ അന്ന് പറഞ്ഞപ്പോഴത്തന്നെ നമ്മള്
പ്രാർത്ഥിച്ചോളൂ, ദൈവം കൂടെ ഉണ്ടാവും എന്ന് തന്നെ എല്ലാവരും പറഞ്ഞ് തഥാസ്തു. എപ്പോഴും എത്രയും ഒരുപാട് പെട്ടെന്ന് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു ദീപ. യെസ്, അടുത്താരാ? ഷീബ. ആരാ? ഷീബ. സാർ, വായിച്ചു സംസാരിച്ചോ. സാറിന്റെ യൂട്യൂബ് കാണാൻ തുടങ്ങിയ ശേഷമാണ് ഫസ്റ്റ് കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി. ഞാൻ അതിന് മുന്നേ പിന്നെ വാട്സപ്പ് എടുത്തു കഴിഞ്ഞാല് വേറെ എന്തെങ്കിലും കാണല് കുറവാ, ഫോണ് നോക്കല് കുറവാ, ടൈം കിട്ടല് കുറവാണ്. എപ്പോഴും വേറെ എന്തൊക്കെ നോക്കും. ഒരു ദിവസം ഇങ്ങനെ നോക്കുമ്പോൾ സാറിന്റെ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടത്. അപ്പോ പിന്നെ കാണണം തോന്നി. പിന്നെ അതിൽ എങ്ങനെയാ കേറാൻ പറ്റുക, എങ്ങനെയാന്ന് അതിൽ ഇതാവണ്ടെന്നുള്ളൊരു ടെൻഷനായിരുന്നു. എങ്ങനെയാന്ന് അറിയില്ല, എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ഒരു ദിവസം എന്നിട്ട് പിന്നെ സാറിന്റെ ഏതോ ഒരു വീഡിയോയില് ഒരു നമ്പർ കണ്ട്. അപ്പൊ ആ നമ്പറിൽ വിളിച്ചാൽ കിട്ടുമോ ഇല്ല, അതിലെന്താ ചോദിക്കേണ്ടതൊന്നും അറിയില്ല. ഒരു ദിവസം വെറുതെ ഒരു ഹായ് ഇട്ടു. അപ്പോ അവിടുന്ന് പറഞ്ഞു ഞാൻ അഡ്മിൻ ആണേന്ന് പറഞ്ഞു. അപ്പം മാഡത്തോട് ഞാൻ എന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ എനിക്ക് നൈറ്റിലുള്ള ക്ലാസ്, പിന്നെ സാറിന്റെ ഒരു 7 days മിറാക്കിൾസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു 2020 അതെല്ലാം നൈറ്റിലാണ്. അപ്പൊ അതെനിക്കൊന്നും ചെയ്യാൻ പറ്റൂല, ഞങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. 3 മണിക്ക് പോയി കഴിഞ്ഞാൽ 9:30 വരാൻ പറ്റുള്ളൂ. അപ്പൊ മാഡത്തോട് ഞാൻ ചോദിച്ചു, അതിന്റെ ഞാൻ പൈസ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ എന്തെങ്കിലും എനിക്ക് ഇട്ടുതരാൻ പറ്റുമോ എനിക്ക് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ മാഡം പറഞ്ഞു കണ്ണൂരല്ലേ, സ്ഥലം എവിടെയാന്ന് ചോദിച്ചപ്പോ കണ്ണൂരാന്ന് പറഞ്ഞു. കണ്ണൂരായതുകൊണ്ട് അത് ഇടാൻ പറ്റുമോ എന്നുള്ള കാര്യം ബുദ്ധിമുട്ടാണ്. ഒരു കാര്യം രാവിലെ മെഡിറ്റേഷൻ ഉണ്ട്, അതിൽ ചേർന്നോന്ന് പറഞ്ഞ്. അപ്പൊ മെഡിറ്റേഷൻ്റെ അകത്ത് ചേർന്നു, ക്യാഷ് അടച്ചിട്ട് ചേർന്നു. 9-ാം തീയതിയാണ് ഞാൻ മെഡിറ്റേഷൻ ക്ലാസ്സിന്റെ അകത്ത് ജോയിൻ ചെയ്തത്. അപ്പൊ അതിന് ഒരു ദിവസം 2020 ഞാൻ ഒരു ദിവസം വെറുതെ ഒന്ന് ചെയ്തു നോക്കി വീട്ടിൽ നിന്ന്. സാറിന്റെ യൂട്യൂബിലുള്ളത് കേട്ടിട്ട് ചെയ്തു നോക്കി. പക്ഷെ ചെയ്തിട്ട് എനിക്കൊരു എഫക്റ്റ് ആയിട്ടില്ല, എനിക്കൊരു തൃപ്തി ആയിട്ടില്ല. പക്ഷെ എങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്കൊരു ചെറിയ സാധനമാണെങ്കിലും ഒന്ന്, പിന്നെ ഹെഡ്സെറ്റ്, പിന്നെ സാറിന്റെ യൂട്യൂബ് കണ്ടിട്ട് ഞാൻ കുറച്ചൊരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബുക്ക് ഞാൻ വെച്ചെടുത്ത് തന്നെ ഞാൻ 2-3 ദിവസം തപ്പിയ സാധനമാണത്. ഭയങ്കര ടെൻഷൻ. എനിക്ക് ഹെഡ്സെറ്റ് സാറിന്റെ ഇതിനായിട്ട് ഞാൻ വാങ്ങിച്ചതാ. ഇതുവരെ ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ അത് ചെയ്തതിന് ശേഷം ഞാൻ ആ നോക്കിയ സ്ഥലത്ത് തന്നെ നോക്കിയപ്പോ എനിക്കത് രണ്ടും കിട്ടി. പിന്നെ എന്റെ ഒരു ലേബലുള്ള ഒരു ചേച്ചി ഒരു കാരണമില്ലാണ്ട് വെറുതെ എന്നോട് കുറെ നാള് എന്നോട് മിണ്ടാറില്ല, നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. പക്ഷെ എന്താ ഒന്നും എനിക്ക് കാരണമൊന്നും അറിയില്ല, പെട്ടെന്ന് എന്നോട് മിണ്ടാണ്ടായി, ഫോൺ വിളിക്കലില്ല. ഞാനത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാല് എന്തെങ്കിലും ആ ഒരു കാര്യം ചോദിച്ചിട്ട് ഫോണ് കട്ടാക്കും. ശരി എന്ന് പറഞ്ഞിട്ട്, അല്ലെ കുറെ ടൈമിൽ സംസാരിക്കും. എന്റെ വീട്ടിൽ വരുന്നതാണ്, നമ്മളെല്ലാ കാര്യവും പറയുന്നതാണ്. പെട്ടെന്ന് ഒരു ദിവസം എന്താ ഒന്നും എനിക്കറിയില്ല, ഞാൻ പിന്നെ അത് ചോദിക്കാൻ പോയില്ല. പക്ഷെ അന്ന് അതിന്റെ പിറ്റേന്ന് ചേച്ചീനെ കണ്ടപ്പോ എന്നോട് ഇങ്ങോട്ട് വന്ന് മിണ്ടി. അതെനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഫീൽ ആയിരുന്നു ചേച്ചി മിണ്ടാതുണ്ട്. ഞാൻ എന്ന് വെച്ചാൽ എന്റെ എല്ലാ കാര്യവും പറയുന്ന ഒരാളാണ്. അപ്പൊ ഇങ്ങോട്ട് വന്ന് മിണ്ടി. അപ്പൊ എനിക്ക് തോന്നി ആ മെഡിറ്റേഷൻ ചെയ്തതിന്റെ ഒരു ഇതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ വീട്ടില് ഹസ്ബൻഡിന്റെ ഒരു പ്രശ്നമാണ്. ഇപ്പൊ ഒരു 2-3 വർഷമായിട്ട് പിന്നെ എന്താന്ന് എനിക്കറിയില്ല, ഒരു സ്വഭാവത്തിലൊരു മാറ്റം. അപ്പൊ അതെന്തായാലും ശരിയായി കിട്ടണം എനിക്ക്. ഞാൻ പൈസ ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ എന്തായാലും ഹസ്ബൻഡിനോട് ഇതുവരെ പറഞ്ഞിട്ടില്ല, കോഴിക്കോട് വരേണ്ട കാര്യം പറഞ്ഞിട്ടില്ല. സാറിന് ഞാനൊരു മെസ്സേജ് ഇട്ടായിരുന്നു അഡ്മിൻ്റെ അടുത്ത്, സാറിന് കിട്ടിയോന്നറിയില്ല. അപ്പൊ ഹസ്ബൻഡിനെയും കൂട്ടിയിട്ട് വരണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് 2 പേർക്കും കൂടി. ഞാൻ ഇവിടുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്ന കാര്യം എന്തോ ഒരു വിശ്വാസമില്ലാത്ത ഒരാളാണ്, പറഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പൊ ഹസ്ബൻഡിനെയും കൂട്ടി വരണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്റെ കൂടെ വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ യൂട്യൂബിൽ കാണാൻ ടൈം ഉണ്ട്, പക്ഷെ തീർച്ചയായും കോഴിക്കോട് ഹസ്ബൻഡിനെ കൂട്ടി വന്നു കഴിഞ്ഞാൽ ഇവിടെ പലർക്കും കൊച്ചിയിൽ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റം പോലെ നിങ്ങളുടെ ഹസ്ബൻഡിനും അതുപോലെ മാറ്റം ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞതൊക്കെ സംഭവിക്കുകയെന്ന് ചെയ്യും കേട്ടോ. താങ്ക് യു. നടക്കട്ടെ, എല്ലാവർക്കും മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. ശ്രീജ, അൺമ്യൂട്ട് ചെയ്തോ. നമസ്കാരം സർ. നമസ്കാരം. ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറേ എല്ലാം, പക്ഷെ എനിക്ക് കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആണ് ഞാൻ ഇപ്പൊ ഹാൻഡ് റൈസ് ചെയ്തത്. മറ്റുള്ളവർക്ക് പറയാൻ ഇല്ല, ഉണ്ടാവുമെന്ന് പറഞ്ഞു, വെച്ചിട്ട് പറയാൻ തോന്നുന്നത് പറഞ്ഞു, ബാക്കിയുള്ളവർ ആൾക്കാർ പറയട്ടെ. ഞാന് ഏകദേശം 1 വർഷമായി ഇങ്ങനെയുള്ള ക്ലാസ്സുകളെല്ലാം കാണുന്നത്. എനിക്ക്
ഫോണിൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വരുന്നതാണ്. അപ്പൊ ഞാനിങ്ങനെ കയറി കാണും. അപ്പൊ അങ്ങനെ 2-3 നാളത്തെ ഞാനിങ്ങനെ ഡെയിലി കാണുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് അത്ര ഒരു ഇതല്ല എന്ന് എന്റെ ഒരു മനസ്സ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഏകദേശം ഇപ്പൊ 1 മാസമായി സാറിന്റെ ക്ലാസ് ഫസ്റ്റ് ഒരു പ്രാവശ്യം ഇങ്ങനെ കണ്ടു യൂട്യൂബിൽ. ഇങ്ങനെ എനിക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നതാണ്. അപ്പൊ ആ കണ്ട അപ്പോഴന്നെ സാറിന്റെ ക്ലാസ് മൊത്തം ഞാൻ കണ്ടു. പിന്നെ അപ്പോഴന്നെ സബ്സ്ക്രൈബും ചെയ്തു. അപ്പോഴന്നെ ഇത് എല്ലാത്തിനും കയറി ഞാൻ സാറിന്റെ ഗ്രൂപ്പിൽ എല്ലാത്തിനും കയറി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ തേടിയ ആള് ഇതാണ് എന്ന് എനിക്ക് അപ്പൊ മനസ്സിലായി. അന്ന് മുതൽ ഇന്നത്തെ ദിവസം വരെ ഞാൻ സാറിന്റെ ക്ലാസ് മുടക്കിയിട്ടില്ല. അഥവാ മുടക്കിയിട്ട് ഇല്ലാന്ന് തോന്നുന്നു, മുടക്കിയതായിട്ട് തോന്നുന്നില്ല. മുടക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ സാറിന്റെ ക്ലാസ് പിറ്റേ ദിവസം രാവിലെ കാണും. അപ്പോ എനിക്കാണെങ്കിൽ കുറെ ഞാൻ എനിക്ക് ഇങ്ങനെ എഴുതി വെച്ച ഇത് ഞാന് എല്ലാ മാസവും എനിക്ക് വീട് കെട്ടിയിട്ട് ഇങ്ങനെ എന്താ ലോൺ ഉണ്ട്. അപ്പൊ എല്ലാ മാസവും ഞാൻ എന്റെ ഫ്രണ്ടിനോട് കടം വാങ്ങിയിട്ടാണ് അധികം ലോൺ അടക്കാറുള്ളത്. പക്ഷേ സാറിന്റെ ക്ലാസ് കേൾക്കാൻ തുടങ്ങിയതിനു ശേഷം പിന്നെ ഇങ്ങനെ ഏകദേശം ഈ ഒരു റൂട്ടിൽ വന്നതിന് ശേഷം എനിക്ക് കടം വാങ്ങേണ്ടി വന്നിട്ടില്ല. അപ്പൊ അത് തന്നെ എനിക്കൊരു ഭയങ്കര ഒരു സന്തോഷം, കടം വാങ്ങാൻ പറ്റാത്തത്. പിന്നെ അതുപോലെ സാറ് ഞാൻ ഇതിൽ കയറിയതിനു ശേഷം സാറ് ഏതെല്ലാം മെഡിറ്റേഷനോ അല്ലെ 2020 7 days മിറാക്കിള് പിന്നെ അതെല്ലാത്തിലും ഞാൻ കയറി. 2020 2 പ്രാവശ്യം കയറി. പിന്നെ എല്ലാം ഞാനിപ്പോ എന്ത് ആഗ്രഹിച്ചാലും എനിക്കത് നേടാൻ പറ്റുന്നുണ്ട്. പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ ആണെങ്കിലും കറങ്ങാൻ പോകാനാണെങ്കിലും അതെല്ലാം പറ്റുന്നുണ്ട്. പിന്നെ പിന്നെ ഇപ്പൊ ഇന്നലെ ഫോൺ പൊട്ടിയെന്ന് പറഞ്ഞില്ലേ, അപ്പൊ എനിക്കൊരു ഏട്ടൻ ഫോൺ വാങ്ങിത്തരാന്ന് പറഞ്ഞു. അപ്പൊ അതെനിക്ക് ഭയങ്കര സന്തോഷമായി. എന്ന് വെച്ചാല് പിന്നെ ഇന്ന് ഞാനൊരു ചെറിയൊരു ഫോൺ വാങ്ങുകയും ചെയ്തു. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും സാധിക്കുന്നൊന്നുമില്ല വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതെല്ലാം ശരിക്കും ഈ ക്ലാസ്സിൽ കയറിയിട്ട് ഒരു പോസിറ്റീവ് മൈൻഡ് ആയതുകൊണ്ട് തന്നെയാണ്. പിന്നെ അല്ലെങ്കിൽ എനിക്ക് എല്ലാത്തിനും ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇങ്ങനെ തോട്ട് വരുന്നുണ്ടായിരുന്നു. ഇങ്ങനെ അത് ശരിയാവോ ഇത് ശരിയാവോ അങ്ങനെയെല്ലാം. പിന്നെ എന്ന് വെച്ചാല് എന്റെ ഭർത്താവാണെങ്കിലും പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്. അപ്പൊ ഇവര് കാരണം എനിക്ക് ഒന്നും ശരിയാവുന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ അതൊന്നും കാര്യമാക്കാറില്ല. ഇപ്പൊ ഹസ്സും അങ്ങനെ തന്നെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ സാറ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇന്നലെയും പൈസ അയച്ചു, ഇന്നും പൈസ അയച്ചു. ഇപ്പൊ സാറ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴന്നെ അപ്പൊ ഞാന് സാറ് എന്താ കുപ്പിയില് എന്താ ഇടണം പറഞ്ഞു. കാണിക്കണ്ട, ഇപ്പൊ ഇപ്പൊ എന്റെ മാറ്റി വെച്ചോ. നമുക്ക് 7 days എടുക്കാനുള്ള ടെക്നിക്കാണ് ഇത്. മാറ്റി വെച്ചോ, ആരും മായിച്ചോളാം. ഇത് കൊടുക്കാനുള്ള ടെക്നിക്കാ. അപ്പൊ എന്താ പറയാനായി. അപ്പൊ അത് ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ എനിക്ക് ശരിക്കും സാറിനോടാണ് നന്ദി പറയുന്നത്. എന്ന് വെച്ചാല് സാർ അത്രയും ചെറിയതാണ് തരുന്നത്. ഞാൻ ഏകദേശം കുറെ ക്ലാസ് നോക്കിയപ്പോഴെല്ലാം അവര് വലിയ വലിയ എമൗണ്ടാണ് പറയുന്നത്. അപ്പൊ നമുക്കത് ചെയ്യാൻ ഞാനിപ്പോ ശ്രമിച്ചാൽ പറ്റുമല്ലോ ചെയ്യും. എന്നാലും എനിക്ക് അതിൽ അത്രയ്ക്ക് ഒരു മനസ്സ് വന്നിട്ടില്ല. പക്ഷെ സാറിന്റെ ക്ലാസ്സിന് എനിക്ക് എന്തായാലും ഇത് എല്ലാത്തിനും എനിക്ക് ഇങ്ങനെ കയറാൻ തോന്നി. ഇനിയിപ്പോ രാവിലെ മെഡിറ്റേഷൻ ഇല്ലേ, ഇപ്പൊ അതിൽ കയറാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോ ബാക്കിയുള്ളവർക്ക് പറയാനുണ്ടല്ലോ. ശരി, അപ്പൊ താങ്ക് യു അതുകൊണ്ട് ശ്രീജ. കോഴിക്കോട് കാണാം. നമുക്ക് ഒരു കാര്യം ചേർത്ത് പറഞ്ഞു പോവാം. രാവിലെ തുടങ്ങിയിരിക്കുന്ന മെഡിറ്റേഷൻ നിങ്ങൾ ആരും സാർ വിചാരിക്കുന്നത് ഒരു മിനിറ്റ്. ആ പിന്നെ സാറ് അത് പറയാന് ഞാനേ ലീഡറായിട്ട് സാറ് തെരഞ്ഞെടുത്തില്ലേ, അതെനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അതാണ് ഏതാ ഫസ്റ്റ് പറയാൻ വേണ്ടി വന്നത്. ലീഡറായിട്ട് ഈ ഗ്രൂപ്പില്. യെസ് അപ്പൊ ഞാനിങ്ങനെ വെറുതെ ഹാൻഡ് റൈസ് വെറുതെ അല്ല, എനിക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അപ്പൊ സാറ് പറയുമ്പോഴേ ഹാൻഡ് റൈസ് ചെയ്തു. അപ്പൊ സാറ് പറഞ്ഞു ശ്രീജ ആദ്യം ചെയ്തിട്ടുണ്ട്, അപ്പൊ ശ്രീജ ഒരു ലീഡർ ആവണം എന്ന് പറഞ്ഞു. അത് ഭയങ്കര സന്തോഷമായി എനിക്ക്. പിന്നെ പക്ഷെ അതുപോലെ അതൊന്നും ഗ്രൂപ്പിലൊന്നും ഇടപെടൽ കണ്ടിട്ടില്ല കേട്ടോ. ഗ്രൂപ്പിലൊക്കെ ഇടപെടണം. ലീഡേഴ്സ് ആകുമ്പോ ആൾക്കാരുടെ സംസാരം കേൾക്കണം, അവർക്ക് മറുപടി കൊടുക്കണം, അവരോട് ഇന്ററാക്ട് ചെയ്യണം. അതൊക്കെയാണ് ലീഡറിന്റെ ഉത്തരവാദിത്വം, മറക്കരുത്. ശരി. പിന്നെ കോഴിക്കോട് വരാൻ ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ക്ലാസ് ഞാൻ കയറിയിട്ടില്ല. ഇങ്ങനെ 1 ഡേക്ക് 5000 രൂപ എല്ലാം കൊടുത്തിട്ട് ഞാൻ കയറിയിട്ടില്ല. സത്യമായിട്ട് എനിക്ക് അതെല്ലാം ഒരു മിറാക്കിൾ തന്നെയാണ്. എനിക്ക് ഒരിക്കലും വരാൻ പറ്റുന്നേ വിചാരിച്ചതല്ല. കോഴിക്കോട് വരുമ്പോഴും നിനക്കൊരു മിറാക്കിൾ ഉണ്ട് കേട്ടോ അവിടെ. ശരി, ഓക്കെ, താങ്ക് യു സാർ. ഞാൻ പറയാൻ വന്നൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോ നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്ന മെഡിറ്റേഷൻ, നിങ്ങൾക്ക് ഒരുപാട് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടാവും. നിങ്ങൾ പല ആൾക്കാരും ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മെഡിറ്റേഷൻ നിങ്ങൾക്ക് സാധാരണ ഒരു സ്ഥലത്തും പോയാൽ പഠിക്കാൻ പറ്റുന്ന മെഡിറ്റേഷൻ രീതിയല്ല. ഇങ്ങനെ ആരും പഠിപ്പിച്ചു തരില്ല. മെഡിറ്റേഷന്റെ ഓരോ ശ്വാസത്തിനകത്ത് നിന്നുകൊണ്ട് നിങ്ങളെ പ്രോഗ്രാം ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്.
അത് അത്രയും ശ്രദ്ധിക്കാൻ അത്രയും നിങ്ങൾക്ക് ആ കറക്റ്റ് ടൈം, അതായത് ദൈവഹിതം അങ്ങനല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൂടെ, ഉള്ളവർക്ക് മാത്രമേ അതിൽ വരാൻ പറ്റുള്ളൂ. പക്ഷെ വന്നവർ 100% റിസൾട്ടുമായിട്ടേ പോകുള്ളൂ. നമ്മൾ 2020 മെഡിറ്റേഷനിൽ റിസൾട്ട് എടുത്ത് 7 ഡേയ്സിൽ എടുത്തതിനേക്കാളും ഇത് പഠിക്കുകയാണ്, ലൈഫിൽ മാറ്റം ഉണ്ടാവും. ഇപ്പോൾ ഉള്ള മെഡിറ്റേഷൻ ആ രീതിയിൽ ആ പ്രോഗ്രാം ചെയ്ത് പതുക്കെയാണ് സംഭവിക്കുക. പക്ഷെ പിന്നെ നിങ്ങൾ ഇപ്പൊ നേരത്തെ രാധിക പറഞ്ഞു കേട്ടില്ലേ, ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് സംഭവിക്കേണ്ടത്. എന്ത് ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ചിന്തിക്കുന്നു അത് സംഭവിക്കുന്നു, എന്ത് അഫർമേഷൻ എഴുതുന്നു സംഭവിക്കും. അത് സംഭവിക്കണമെങ്കിൽ ഇതാണ് ഈ മെഡിറ്റേഷന്റെ ഫണ്ടമെന്റൽ രീതി. അത് കണക്ട് ചെയ്ത ആൾക്ക് സംഭവിക്കും. അത്രയും പവർഫുൾ ആണ് മെഡിറ്റേഷൻ പ്ലാൻ ചെയ്യുന്നത്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോഴും പറയാം, ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ഭാഗ്യമാണത്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തുകൊള്ളുക. അത് ഞാനായതുകൊണ്ട് മാത്രമല്ല, ഞാൻ കുറച്ചു നേരം ഉണ്ടാവുള്ളൂ, പക്ഷെ നിങ്ങളൊക്കെ ഓരോ ആളെയും അതിനനുസരിച്ച് എടുത്ത് റെഡിയാക്കി കൊണ്ടുവരുന്ന രീതിയാണ്. പുറത്തെവിടെ പോയാലും നിങ്ങൾക്ക് ഇത് കിട്ടില്ല എന്ന് ഞാൻ 100% പറയുന്നു. ഒരാളും ഇങ്ങനെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കില്ല. ആർക്കും അതിൽ ക്ഷമയുണ്ടാവില്ല എന്ന ഒന്നാമത്തെ കാര്യം. അപ്പൊ ആ ഭാഗ്യം വയ്ക്കുക. ബാക്കിയുള്ള ഒരുപാട് ആൾക്കാർ സാറേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ മാം, പറഞ്ഞോളൂ. മെഡിറ്റേഷന് പൈസ അടച്ചായിരുന്നു സാർ. മെഡിറ്റേഷന് പൈസ അടച്ചായിരുന്നു. പിന്നെ ഇന്ന് അടച്ചത്. രാവിലെ കയറിക്കോളും. പിന്നെ ഞാൻ സാറിന് മനസ്സിലായോ എന്നെ? ഞാൻ ലോ ഓഫ് അട്രാക്ഷനിൽ കയറണം സാറേ, അതോ മറ്റേ ഹാപ്പിനെസ് മാസ്റ്ററി മതിയോ? ഹാപ്പിനെസ് മാസ്റ്ററി നമുക്ക് അടുത്ത മാസം ഡിസംബർ 15 ശേഷം തുടങ്ങും. ലോ ഓഫ് അട്രാക്ഷൻ 7 ദിവസം കൊണ്ട് കഴിയും. അപ്പൊ ഇതിന് ചേരാനോ? ഇല്ല, നിങ്ങളിപ്പോ ലോ ഓഫ് അട്രാക്ഷൻ ചേർന്നു. കാരണം ഈ പ്രാവശ്യത്തെ ലോ ഓഫ് അട്രാക്ഷൻ ഞാൻ നിങ്ങൾക്ക് കുറെ നിയമങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല. അത് എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് കൊടുക്കുകയാണ്. ചേരാത്തവർക്കും പറയാണ്, ചേർന്നവരോട് ഞാൻ നാളെ സംസാരിക്കും. ഈ പ്രാവശ്യം ലോ ഓഫ് അട്രാക്ഷൻ ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ നിയമങ്ങളൊന്നും നിങ്ങൾ ആരും പഠിപ്പിക്കുന്നില്ല. 7 ദിവസം 7 ടെക്നിക്കുകൾ നിങ്ങളെ പോക്കറ്റിൽ ഇട്ട് തരികയാണ്, നിങ്ങൾ ചെയ്തോളൂ. അത് എന്നുവെച്ചാൽ കൂടുതൽ നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാല്, നിങ്ങൾക്ക് ഒരു സെർട്ടൺ ഏജ് കഴിഞ്ഞ ആൾക്കാർക്ക് ഇതൊക്കെ പഠിപ്പിച്ചെടുത്ത് ചെയ്യാനെന്നുള്ള പ്രോഗ്രാം മൈൻഡ് ഒന്നും അല്ല. നിങ്ങളോട് അത് കൃത്യമായി ക്യാപ്സൂൾ രൂപത്തിൽ അങ്ങ് തരുമ്പോൾ അതങ്ങ് ചെയ്താൽ മതി. റിസൾട്ട് ഉറപ്പാണ്. അതാണ് ഈ മെഡിറ്റേഷനിലൊക്കെ ലഭിച്ചിരിക്കുന്നത്. അപ്പൊ അതേപോലെ 7 ടെക്നിക്കുകൾ ഞാൻ വളരെ ലളിതമായാണ് സംഭവിക്കുന്നത്. അതെങ്ങനെ അതിനു വേണ്ടി എഴുതണമെന്ന് ഞാൻ പഠിപ്പിച്ചു തരും. അത് കഴിഞ്ഞിട്ട് അതൊന്ന് എഴുതി നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ വിചാരിച്ചത് എന്താണോ അത് 100% ലഭിക്കുക തന്നെ ചെയ്യും. അതിനകത്ത് ഒന്നുകൂടി പറയാം, നിങ്ങൾ ആത്മാർത്ഥമായ വിശ്വാസത്തോടെ എന്റെ കൂടെ എന്നിട്ട് ഞാൻ പറയുന്ന കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% റിസൾട്ടാണ്. അത് ഉറപ്പ് ഉള്ള അത്രയും കാര്യങ്ങൾ, ലളിതമായ കാര്യങ്ങൾ ഞാൻ പഠിപ്പിക്കാൻ ശ്രമിക്കാറുള്ളൂ. അതുകൊണ്ട് ഇതിന് ചേർത്തോളൂ, കുഴപ്പമൊന്നുമില്ല. മറ്റത് നമുക്ക് കുറച്ചും കൂടി സമയം എടുത്ത് ചെയ്യാം. അപ്പൊ അതും രണ്ടാമത് ഞാൻ പറഞ്ഞു, ജേർണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന എന്റെ കോഴ്സ് കുറെ വലുതാണ്, വലിയ കോഴ്സാണ്. അപ്പോ ഞാൻ ഇപ്പൊ സാധാരണ നിങ്ങളെ പോലുള്ള ആൾക്കാർക്ക് കുറെ വലുത് താങ്ങാനുള്ള സമയം മാനസികാവസ്ഥയിലല്ല. അതുകൊണ്ട് അതിനെ ഞാൻ ഓരോ പാട്ടാക്കിയിട്ട് തരാൻ പോവാണ്. ഡിസംബർ മുതൽ 15 മുതൽ ആദ്യത്തെ ബാച്ച് ഡിസംബർ 15 തുടങ്ങും. ഇപ്പൊ തന്നെ അനൗൺസ് ചെയ്യുന്നു. അത് ചെറുതാക്കി ചെയ്ത് കൊടുക്കും. അത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ഇതിനേക്കാളും വലിയ സ്റ്റെപ്പായി കൊണ്ടുപോകും. മറ്റത് ഒന്നിച്ചായിരുന്നു കോഴ്സ്, അതിൽ ഇനി ഞാൻ ഓരോ സ്റ്റെപ്പായിട്ട് നിങ്ങളെ കയറ്റിക്കൊണ്ട് പോവാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ എന്റെ കോഴ്സിനെ എല്ലാം റീഡിസൈൻ ചെയ്യണം അങ്ങനെ. കാരണം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ തരാൻ പറ്റുമ്പോഴല്ലേ അത് കാര്യമുള്ളൂ, ഗുണം. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ രീതിയിലും പറ്റില്ല. അതുകൊണ്ട് കേട്ടോ, വലുത് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഒരു ഏജ് ലെവലൊക്കെ നോക്കിയിട്ടാണ്. നമുക്ക് ഏജ് ഒരു ഫാക്ടർ തന്നെയാണ് അതിനകത്ത്. അപ്പൊ അതിനനുസരിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡോണ്ട് വറി ജയലക്ഷ്മി മാം, ധൈര്യത്തോടെ നിന്നോളൂ. നിങ്ങൾ ഉദ്ദേശിച്ച ആ കാര്യങ്ങളെല്ലാം എന്റെ മനസ്സിലുണ്ട്. നിങ്ങൾ പറഞ്ഞതൊക്കെ അത് നമുക്ക് പതുക്കെ റെഡിയാക്കി തരാം കേട്ടോ. ഇത് നാളെ അടച്ചാൽ മതിയല്ലോ സാറേ? മതി. നാളെ ക്ലാസ് ഒന്ന് അഡ്മിൻ ഒന്ന് നോട്ട് ചെയ്തു കേട്ടോ വിജയലക്ഷ്മി മാമിനെ. നാളെ ക്ലാസ് ചേരുമ്പോ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ആഡ് ചെയ്തോളാം കേട്ടോ. നിങ്ങൾ പിന്നെ പേയ്മെന്റ് അയച്ചു പറഞ്ഞോ, പറയാനുള്ള സംസാരിച്ചോ. അത് സാർ, ഞാൻ മോളടുത്താണ് ഇവിടെ ഇങ്ങനെ വെച്ചത് സംസാരിക്കും. മറ്റേ മോള് കിടന്നുറങ്ങുന്നത്, എനിക്ക് സൗണ്ട് കേട്ട് എഴുന്നേറ്റ്. നിങ്ങൾക്കിപ്പോ അത് പറയാനുള്ള കാര്യം ഈ പബ്ലിക്കിൽ പറയാനുള്ളത് എന്തോ ആണെങ്കിൽ മാത്രമേ പറയാവൂ. അതെ സാർ, പബ്ലിക്ക് പറയാനുണ്ട്. ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ കഴിഞ്ഞതാണ്, കോഴ്സ് കഴിഞ്ഞു. പിന്നെ 2020 മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും ഞാൻ മോളെടുത്തായിരുന്നു. അപ്പൊ എനിക്ക് അത് പെർഫെക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അന്ന് ഇവിടെയായിരുന്നു അന്ന്.
അവിടുന്നാണ് മാം എനിക്കത് ഒരു മിനിറ്റ് കിട്ടിയത്. ഞാൻ ഞാൻ ചോദിച്ചോട്ടെ, ഈ മോളെടുത്ത് പോകുന്നതും മോളെടുത്ത് വരുന്നതൊക്കെ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളല്ലേ? അല്ല സാർ, അല്ലാതെ അവര് ആരെങ്കിലും അച്ഛൻ നിങ്ങളിങ്ങനെ എടുത്തിട്ട് കൊണ്ടുപോയിട്ട് അവിടെ വെക്കണല്ലോ. അല്ല സാർ, അവര് അച്ഛൻ മരിച്ചപ്പോ എനിക്ക് അല്ല വരേണ്ടി അതൊക്കെ വരും. ശരി. ഇതിനിപ്പോ നിങ്ങൾ മോളെടുത്ത് പോകുന്നതും വരുന്ന വെച്ചാൽ നമുക്ക് ഇവിടെ നിന്നൊരു പരിഹാരം ഇപ്പൊ കാണാൻ പറ്റുമോ മാം? സാർ അതിനെ കുറിച്ചല്ല, ആ അപ്പൊ അത് എനിക്ക് അത്ര ചെയ്യാൻ പറ്റിയില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, അതിനിപ്പോ എനിക്ക് ഞാൻ പെർഫെക്റ്റ് എന്താണ് ഇപ്പൊ പരിഹാരം ഇപ്പോൾ? അല്ല സാർ, ഒരു പരിഹാരമല്ല, എനിക്ക് അത്ര പിന്നെ നന്നായി ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ ഈ 7 days മെഡിറ്റേഷൻ കറക്റ്റായിട്ട് വീട്ടിൽ നിന്ന് ചെയ്തോന്നു. ഇപ്പൊ ഞാൻ വീണ്ടും മോളടുത്ത് എനിക്ക് വീണ്ടും വരേണ്ടി വന്നു. അത് വേറൊരു ആവശ്യത്തിന് വരേണ്ടി വന്നതാണ്. ഇവിടെ എനിക്ക് അത്ര അങ്ങനെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നത്തെ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഇന്നലെ ചെയ്തത് 11 മണിക്ക് ശേഷം രാത്രിയാണ് എന്താണ് ചെയ്തത്, 12 മണി. അരുണകുമാരി മാം പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? അല്ല സാർ, നിങ്ങൾക്ക് എന്തോ എന്തോ ചെയ്യാൻ ഞാൻ പറ്റിയില്ലെന്നാണോ, അല്ല പറയാൻ ഞങ്ങൾ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നത്, എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ല സാർ, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന അതൊന്നുമല്ല. ആ എനിക്ക് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് ചെയ്യണം. ഞാൻ പണ്ട് തൊട്ടേ ചെയ്യുന്നവളാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും എനിക്ക് ചെയ്തിട്ട് ഞാൻ ആ ചിരിക്കുന്നുണ്ടായിരുന്നില്ല. എന്റെ ആ ചെറുപ്പത്തിൽ ഞാൻ ചിരിക്കില്ല. ആ പക്ഷെ ഞാൻ ഈ ആർട്ട് ഓഫ് ലിവിംഗിൽ കയറിയ ശേഷമാണ് ഞാൻ ചിരിക്കാൻ തുടങ്ങിയത്. അതുവരെ എനിക്ക് ചിരിക്കാനില്ല. നമ്മുടെ അച്ഛനൊക്കെ ചെറുപ്പത്തിൽ മരിച്ചിട്ട് വീട്ടിലെല്ലാം നല്ല പ്രയാസമൊക്കെ ആയിരുന്നു. അപ്പൊ എനിക്ക് നിങ്ങളിപ്പോ ഒരു ചിരിക്കാൻ കാര്യം ചെയ്യൂ, പറ്റും. നിങ്ങളിപ്പോ പറഞ്ഞു വരുമ്പോ ഒരു കാര്യം, ഒന്നിക്കൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നതിനെ പറ്റി പറയൂ, അല്ലെങ്കിൽ നിങ്ങൾ ഇടതും വലതും പറയുന്നതിനെ പറ്റി. ഏതാണ് നിങ്ങൾ പറയാൻ പോകുന്നത്? മുന്നോട്ടാണെങ്കിൽ അല്ല, മുന്നോട്ട് ഞാൻ സംസാരിക്കും. ചിരിക്കാൻ തുടങ്ങി. ഞാനിപ്പോ ആ ഹാപ്പിയാണ് സാർ. ആ എന്റെ തൊണ്ട ഇപ്പൊ നടഞ്ഞതുകൊണ്ടാണ് എനിക്ക് ശബ്ദം ശരിക്കും ഓക്കെ, വരാത്തത്. അതല്ല തൊണ്ട അടഞ്ഞിട്ടുള്ളതാണ്. ശരി. ഉം. ആ അപ്പൊ ഞാൻ അല്ല, അത് എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ എന്താണ് തടസ്സം വരുന്നത് എനിക്കറിയില്ല. ഓക്കെ ഞാൻ ശരി, മെന്റാലിറ്റി എല്ലാം മാറ്റി. ഞാൻ പറഞ്ഞുതരാം. ആയിക്കോട്ടെ സാർ, പറഞ്ഞുതരാം. പറഞ്ഞു. നിങ്ങളുടെ യഥാർത്ഥ വിഷയം ഞാൻ പറഞ്ഞുതരാം. ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം പറഞ്ഞതാണ്. നമ്മൾക്ക് വാക്കുകൾ ശരിയാവുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? നമ്മുടെ ചിന്തകൾ ശരിയല്ലെന്നാണ്. എല്ലാവർക്കും അറിയാലോ ഇത്. എല്ലാവരും നമ്മൾ പറഞ്ഞു തന്നതാണ് അല്ലെ? അപ്പോൾ ഒരാളെ മനസ്സിലാക്കാൻ ഏറ്റവും ലളിതമായ മാർഗം അയാളുടെ വാക്കുകൾ ഒന്ന് കേട്ടാൽ മതി. വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ അയാളുടെ ഏത് രീതിയിൽ ചിന്തയാണ് നമുക്ക് മനസ്സിലാവും. ഇത് വളരെ ലളിതമായ കോൺസെപ്റ്റ് ആണ്. ഇത് എന്തിനാണ് ഞാൻ റിപ്പീറ്റഡായി നിങ്ങളോട് പറഞ്ഞു തരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങളായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ പറയുന്നത് എനിക്ക് ക്ലിയർ ആവുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്റെ ചിന്തകൾ ക്ലിയർ അല്ല എന്നാണ്. ഈ തോട്ട് മാത്രം മാറ്റിയാൽ മതി. കാരണം അരുണകുമാരി മാമിന് എന്ത് സംഭവിക്കുന്നു എന്നതിന്റെ യഥാർത്ഥ വിഷയം നിങ്ങൾക്ക് എന്താണോ ഉദ്ദേശിക്കുന്നത് അതല്ല നിങ്ങൾ പറയുന്നത്. അപ്പൊ സംഭവിക്കുന്നത് അത് തന്നെ ആയിപ്പോ. ഞാനിത് 2 പ്രാവശ്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നതാ, ഇങ്ങനെയല്ല പറയേണ്ടത്. ഇപ്പോഴും ഞാൻ ഇന്ററപ്റ്റ് ചെയ്ത് പറയാം. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒന്നാണ്, പക്ഷെ നിങ്ങൾ പറയുന്നത് വേറൊന്നാണ്. ഇത് വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം, പ്രാക്ടീസ് ചെയ്യണം, വിജയിക്കണം. ഇല്ലെങ്കിൽ ജീവിതം ഇതുപോലെ കടന്നു പോകും. ഇത് നിങ്ങളെ മാത്രമല്ല കേട്ടോ, ഇങ്ങനെ ഒരുപാട് ആൾക്കാരിവിടെ ഉണ്ട്. എല്ലാവരോടും വളരെ സ്നേഹത്തോടെയാണ് പറയുന്നത്. നിങ്ങൾ ചേർത്ത് വെച്ച് പറയാണ്, അത്രയും സ്നേഹത്തോട്. ചിലപ്പോൾ ഞാൻ വഴക്കെന്നെ പറഞ്ഞു പോകുന്ന ചില ആൾക്കാരുണ്ട്. ഇത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നിങ്ങളുടെ ഉദ്ദേശം വേറെതാണ്, നല്ലതാണ്. പക്ഷെ പറയുന്നത് ഇതിന്റെ യഥാർത്ഥ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളത് ശീലിച്ചു പോയത് കൊണ്ടാണ്. ഇങ്ങനെ പറഞ്ഞ് ശീലിച്ചു. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പക്ഷെ മാറ്റം ഉണ്ടാവണമെങ്കിൽ ഇത് മാറ്റിയേ പറ്റുള്ളൂ. അപ്പൊ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. ഒരു കാരണവശാലും മാറ്റം ഉണ്ടാവില്ല. കാരണം ഞാൻ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. അവിടെ ഇപ്പൊ ഒരാൾ ടൈപ്പ് ചെയ്ത കാര്യം ഞാൻ പറഞ്ഞുതരാം. ഉദാഹരിക്കാനാണ്. ആയിഷു മോൾ പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയോ? ഉദ്ദേശം എന്താ അറിയോ? എനിക്ക് ഒരു മെഡിറ്റേഷൻ മാത്രം ചെയ്തുള്ളൂ, എനിക്ക് മെഡിറ്റേഷൻ ചെയ്യണമെന്നാണ്, മാറിയാൽ എനിക്ക് മെഡിറ്റേഷൻ ചെയ്യുമെന്നാണ് ആയുഷ്മോൾ ഉദ്ദേശിച്ചത്. മെഡിറ്റേഷൻ ചെയ്യണമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ തുടങ്ങിയത് എവിടുന്നറിയോ? എനിക്ക് സുഖമില്ല, പനിയായിരുന്നു, ഇന്നലെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, ശരീരം വേദനയായിരുന്നു, മാറിയാൽ മെഡിറ്റേറ്റ് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം, ഒരു മെഡിറ്റേഷൻ മാത്രമേ ചെയ്തുള്ളൂ, എല്ലാം ശരിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പറഞ്ഞതിനകത്ത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്നത് എന്തായിരിക്കും അറിയോ? എല്ലാം മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവസാനം ഉദ്ദേശം എന്താണ്? ആളുടെ ഉദ്ദേശം എന്തായിരുന്നു? എല്ലാം മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാണ് പുള്ളി ഉദ്ദേശിച്ചത്. പക്ഷെ പറഞ്ഞു വന്നപ്പോ കംപ്ലീറ്റ് മറ്റതാ പറഞ്ഞത്.
ഇത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. ഉദ്ദേശം നല്ലതായിരുന്നു, പക്ഷെ അത് അവസാനം വന്നു, അപ്പോഴേക്ക് ആദ്യമൊക്കെ പറഞ്ഞു പോയി. നമ്മള് ഈ നിങ്ങൾ എത്ര പറഞ്ഞാൽ എളുപ്പത്തിൽ പറയാം. നമ്മളൊക്കെ നാടൻ ഭാഷയിൽ പറയുമല്ലോ, ഈ കുഴിയിൽ കുറെ ചളിവെള്ളം നിറഞ്ഞിരിക്കുന്ന കുഴി പോയിട്ട് ഇച്ചിരി നല്ല വെള്ളം എടുക്കണം എന്നിട്ട് ചളിയെ ഇങ്ങനെ മാറ്റി 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 നല്ല വെള്ളം എടുക്കാൻ ശ്രമിക്കില്ലേ? ശ്രദ്ധിച്ചിട്ടോ? പണ്ട് ചെറുപ്പകാലത്തൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുന്നവർക്ക് അറിയാം. ഇങ്ങനെ 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 മാറ്റി നോക്കും നമ്മൾ. എന്നിട്ട് അതിൽ നിന്ന് വെള്ളം എടുക്കുമ്പോൾ നോക്കാൻ വേണ്ടി നല്ല വെള്ളം കിട്ടും. പക്ഷെ നല്ല വെള്ളം കിട്ടില്ല, അത് വീണ്ടും വീണ്ടും ചളിയാവുകയാണ് ചെയ്യുക. ഇതേ പ്രക്രിയയാണ് ചെയ്യുന്നത്. ഇത് ശ്രദ്ധിച്ചാൽ മതി, വാക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുറെ സമയമായി നമ്മൾ സംസാരിച്ച്. ഞാൻ ക്ലാസ് എടുക്കാൻ ലതാ സന്തോഷ് എന്താ പറയുമ്പോൾ പെട്ടെന്ന് പറഞ്ഞോളൂ. ആ പറഞ്ഞു പെട്ടെന്ന്. ആലീസ് ഫ്രം വണ്ടർലാൻഡ്. ഞാൻ പറഞ്ഞത് സാറേ, പൈസ അയച്ചിട്ട് സാറിന് ഇതുവരെയും കിട്ടിയില്ല. ഐ ആം ഡിസപ്പോയിന്റഡ്. പിന്നെ എനിക്ക് ആ ലോ ഓഫ് അട്രാക്ഷനിൽ കയറാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഇപ്പൊ അത് ഇല്ലാണ്ടായി പോകില്ലേ സാറേ? എങ്ങോട്ടാ അയച്ചത്? ICICI ബാങ്കിലേക്ക്. ICICI ബാങ്കിലേക്കാണോ? വൺ സെക്കൻഡ്. ICICI ബാങ്ക് ഞാൻ ചെക്ക് ചെയ്തു. നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് തന്ന ഡീറ്റെയിൽസ് UAE ബാങ്കല്ലേ? അല്ല, അത് തന്നായിരുന്നു. എന്നിട്ട് മറ്റേതും തന്നായിരുന്നു. ഞാൻ മറ്റേ ICICI ബാങ്കിലേക്ക് ഞാൻ അയച്ചേക്കണേ. ഓക്കെ ഞാൻ ഇപ്പൊ ചെക്ക് ചെയ്യാം കേട്ടോ. ഒന്ന് ഫോൺ തരൂലേ? ചെക്ക് ചെയ്യാം കേട്ടോ. സോ യു ആർ അല്ലെങ്കിൽ ഞാൻ ഡിസപ്പോയിന്റഡ് ആവും. എനിക്കത് കേറാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള വിഷമം. ഇപ്പൊ ICICI ബാങ്ക് അക്കൗണ്ട് എടുത്ത് എന്റെ ഫോൺ കാണുന്നുണ്ട്. അവിടെ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ നോക്കാം, ഇപ്പൊ നോക്കാം കേട്ടോ. ഒരു മിനിറ്റ് സജീവേ. സരിത പെട്ടെന്ന് കഴിഞ്ഞു. നമുക്ക് സമയം ഇത് ഉറങ്ങണ്ടേ? 10 മണിയായി. ഇത്ര സമയമാണ് സാറേ. ഞാൻ യൂട്യൂബ് കണ്ടിട്ടാണ് ഞാൻ സാറിന്റെ ക്ലാസ്സിൽ കയറിയത്. കേൾക്കുന്നുണ്ടോ സാറേ? യൂട്യൂബ് കണ്ടിട്ടാണ് കയറിയത്. ഞാൻ കയറുമ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ടെൻഷൻ എന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയധികം ടെൻഷനും വിഷമവും ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്തായിരുന്നു ഞാൻ സാറിന്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ കാണുന്നത്. അത് കണ്ടു. ഞാൻ ആദ്യം തന്നെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇതിനകത്ത് എങ്ങനെയെങ്കിലും കയറണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ 2 ദിവസം ക്ലാസ്സിൽ കയറിയപ്പോഴേക്കും എൻ്റെ ടെൻഷനൊക്കെ പാതിയല്ല, ഒരു 3/4 ഭാഗം എൻ്റെ ടെൻഷൻ മാറിയായിരുന്നു. അത് കഴിഞ്ഞ് എനിക്കാണെങ്കിലും ഓരോരുത്തരും, മോളാണെങ്കിലും ഭയങ്കര ടെൻഷനിലായിരുന്നു. പക്ഷെ ഇപ്പൊ അവള് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി, ഞാൻ എല്ലാം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോ എൻ്റെ മോള് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ അതിൽ അത്രയധികം സന്തോഷിക്കുന്നു. എനിക്ക് പറയാൻ വാക്കുകളില്ല. താങ്ക് യു. സമയം അതിക്രമിച്ചു, അതുകൊണ്ട് ഞാൻ ഒന്ന് ഇടപെടുകയാണ്. 2 കാര്യങ്ങൾ ബാക്കിയുണ്ട് അതിനകത്ത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. 2 കാര്യങ്ങൾ ഇന്ന് അനൗൺസ് ചെയ്യാനുണ്ട്. ഒന്ന്, ഇത്രയും സംസാരിച്ചതിൽ നിന്നും 2 ആൾക്ക് എന്റെ ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും പുസ്തകം ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ഒന്ന്, അനുഭവം പങ്കുവെച്ച 2 ആൾക്ക്. ഏറ്റവും യോഗ്യന്മാരാരാണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. നിങ്ങൾക്ക് തീരുമാനിക്കാം. ഏറ്റവും പറഞ്ഞ് 2 പേർക്ക് ഞാൻ ഇതിപ്പോ വൈൻഡപ്പ് ചെയ്യാൻ ടൈം കഴിഞ്ഞു. 2 പേർക്ക് അയച്ചു തരുന്നതായിരിക്കും. അത് സർപ്രൈസ്. നിങ്ങൾ പഠിച്ചോളൂ. ആർക്ക് എത്തുന്നു അത് കിട്ടിയവർ പിന്നെ പറഞ്ഞാൽ മതി. സാറേ സർപ്രൈസ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തോളൂ. ആർക്കാ കിട്ടുന്നത് തീരുമാനിച്ച് ഞാൻ അയച്ചോളാം. പിന്നെ എല്ലാവരും പേര് ഞാൻ എഴുതി വെച്ചു. 2ാമത്തെ കാര്യം പറയാൻ പറഞ്ഞു. ഒരു മിനിറ്റ് സജീവേ, ഫ്ലോ തട്ടിപ്പ്. 2ാമത്തെ ഒരു സർപ്രൈസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. കോഴിക്കോട് പ്രോഗ്രാമിന് നമുക്ക് സമ്മാനം 2ാമത്തെ ഒരു സർപ്രൈസ് പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഗോൾഡ് ഇഷ്ടമാണല്ലേ? അതിനാണല്ലോ നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഗോൾഡ് കിട്ടിയാൽ 2025 ഒരു ഗോൾഡ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? കോഴിക്കോട് പ്രോഗ്രാമിൽ ഞാൻ വരുമ്പോ അതിൽ പങ്കെടുക്കുന്ന ഏറ്റവും ഭാഗ്യശാലിയായ 2 പേർക്ക് ഒരു ഗോൾഡ് കോയിൻ കൊണ്ട് 2 ഗോൾഡ് കോയിൻ കൊണ്ട് 2 പേരെ സെലക്ട് ചെയ്യും. 2 പേരെയോ 3 പേരെയോ സെലക്ട് കഴിഞ്ഞാൽ അവർക്ക് ഓരോ ഗോൾഡ് കോയിൻ കൊടുക്കും. എന്തിനാണെന്നറിയോ? ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആൾക്കാരിൽ കൊടുക്കുന്നത് അവർ ഇൻസ്പയർ ആയി 2025 അത്ര റിസൾട്ട് എടുക്കാൻ അവർക്ക് കപ്പാസിറ്റി ഉണ്ടാകുമെന്നുള്ള യൂണിവേഴ്സൽ എനർജി കണക്ട് ചെയ്ത ആൾക്കാർക്ക് അവിടെ കിട്ടും. അത് പ്രത്യേകമായ രീതിയാണ്. അന്ന് നിങ്ങൾക്ക് കിട്ടുന്ന അത്രയും സന്തോഷത്തോടെ അവിടെ പങ്കെടുക്കാൻ ശ്രമിക്കുക. 1, 2, 3 പേർക്ക്, എന്ന് വെച്ചാൽ 3 പേരെന്ന് വെച്ചാൽ 150 പേരാണ് എത്തുന്നതെങ്കിൽ
50 പേരിൽ ഒരാൾക്കാണ് കിട്ടുക. 150 പേരിൽ ഒരാൾക്കല്ല, 50 പേരിൽ ഒരാൾക്ക് ഒരു ഗോൾഡ് കോയിൻ, 100 പേരിൽ ഒരാൾക്ക് രണ്ടാമത്തെ ഒരാൾക്ക്, 150 പേര് രണ്ടാമത്തെ, 3 പേരുണ്ട് 3 പേർക്ക് കിട്ടും, 150 പേരുണ്ട് 3 പേർക്ക് കിട്ടും, 100 പേരാണെങ്കിൽ 2 പേർക്ക് കിട്ടും. അപ്പൊ ആരും ചോദിക്കും 125 പേരാണെങ്കിലോ? ഞാൻ അതിനെ ഡിവൈഡ് ചെയ്യും, 75 കുറക്കുണ്ടോ? കാരണം അങ്ങനെ സെറ്റ് ചെയ്യാൻ, കാരണം അത് ഒരു സിസ്റ്റമാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ നിങ്ങളുടെ മണി പവറിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് കൊണ്ടുപോയി ഗോൾഡ് കോയിൻ കൊണ്ട് വിറ്റിട്ട് കാശുണ്ടാക്കാനല്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കണ്ട. ഇത് നിങ്ങൾക്കൊരു പ്രതീകാത്മകമായി തരുന്നതാണ്. ധനലക്ഷ്മിയെ വീട്ടിലേക്ക് ആകർഷിക്കേണ്ട ഒരു സാധനമാണ്. ഇത് വെറുതെ ഒരു ഗോൾഡ് കോയിൻ അല്ല, ധനലക്ഷ്മിയെ വീട്ടിലേക്ക്. പക്ഷേ ചെയ്യേണ്ട ഒരു കണ്ടീഷൻ, ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അത് ചെയ്യുക, ഡിസംബർ 1-ാം തീയതിക്ക് മുമ്പ് നിങ്ങൾ കോഴിക്കോട് വരാൻ ബുക്ക് ചെയ്യുക. അഡ്വാൻസ് പേയ്മെന്റ്, ഫുൾ പേയ്മെന്റ് എങ്ങനെ വാങ്ങിച്ചു കൊടുക്കുക. 1-ാം തീയതിക്ക് മുമ്പേ ബുക്ക് ചെയ്തവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അതിനുശേഷം അത് പറ്റുള്ളൂ, അതിനുശേഷം പറ്റില്ല. ഒരു കണ്ടീഷൻ വേണം അല്ലെ? എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു കണ്ടീഷൻ വേണ്ടേ? വെറുതെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക. വേണ്ടവർ, ഗോൾഡ് കൊണ്ടുപോകാൻ താല്പര്യമുള്ളവർ ബുക്ക് ചെയ്തോളുക, സന്തോഷത്തോടെ വെക്കുക. പിന്നെ ഇന്നിപ്പോ ഇത് പറഞ്ഞ 2 പേർക്ക്, അർഹരായ 2 നല്ല ആൾക്കാർക്ക് 2 പുസ്തകം അല്ലെ? ശുഭാപ്തി വിശ്വാസം നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമല്ലേ? ആ ബുക്ക് ആവശ്യമല്ലേ? ഇത്ര ആവശ്യമല്ല. ഓക്കെ, താങ്ക് യു. സജീവ് പറഞ്ഞേ. അത് കോഴിക്കോട് കിട്ടുമോ സാർ? കോഴിക്കോട് കിട്ടും. കോഴിക്കോട് രണ്ടും കിട്ടും. രണ്ടും കോഴിക്കോട് കിട്ടും. അല്ലെങ്കിൽ കോഴിക്കോട് വരാത്തവരാണ് ഞാൻ പോസ്റ്റിൽ അയച്ചു കൊടുക്കും. കോഴിക്കോട് വന്നത് നേരിട്ട് കൊടുക്കും. ഗോൾഡ് കോയിൻ ഇൻസ്റ്റന്റ് അവിടെ തന്നെ കൊടുക്കും. അതിന് മാത്രം ഫോട്ടോ എടുത്തിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ട് ഇനി വരാൻ പോകുന്ന വിഷൻ ബോർഡിൽ ഒട്ടിക്കുന്ന രീതിയിൽ ഫോട്ടോ എടുത്തു വരും കോഴിക്കോട് പ്രോഗ്രാം. ഓക്കെ, ശരി. പറയൂ സജീവ. ഞാൻ നമ്മളെ ഈ ഹാപ്പിനെസ് ക്ലാസ്സിൽ കയറുന്നത് ഞാൻ അത്രയ്ക്കും സാറിന് അറിയാവുന്ന കാര്യത്തിലാണ്. ആ ഒരു സിറ്റുവേഷൻ ഇരിക്കുമ്പോഴാണ് ഞാൻ ആശയെ ഞാൻ വിളിക്കുകയും ആശ എന്നോട് സംസാരിക്കുകയും ഇങ്ങനെ ക്ലാസ്സിൽ ചേട്ടൻ കയറാൻ പറഞ്ഞ് അങ്ങനെ കയറി. സത്യം പറയാനുള്ള സാറേ, എനിക്ക് ശേഷം എനിക്ക് എന്തെന്നറിയാൻ വയ്യ, ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. ഭയങ്കര ഹാപ്പി. എനിക്ക് ആരോട് ആ ഒരു ഇതേ എനിക്ക് ഇപ്പൊ ഇല്ല. സത്യം ഭയങ്കര ഇതായിട്ട് ഞാൻ പറയാം സാറേ, എനിക്കതില്ല അങ്ങനെ. ഇപ്പൊ ഞാൻ വെരി ഹാപ്പിയാണ്, ഭയങ്കര ഇതാണ്. പക്ഷെ എനിക്ക് വലിയ റിസൾട്ട് കാര്യങ്ങൾ വീട്ടിലേക്ക് എന്നാൽ ഇടയ്ക്കിടയ്ക്ക് എനിക്കെല്ലാം മക്കളുടെ ഒരു മോടെ കാര്യം പറഞ്ഞ് ഞാൻ സാറോട് പറഞ്ഞ ജോലിയുടെ കാര്യം അത് എഴുതി വെച്ച് എനിക്ക് ഞാൻ ചെയ്ത്. പക്ഷെ അതെനിക്ക് കിട്ടി. പിന്നെ ഞാൻ ചില സമയത്ത് ചെയ്യുന്ന, പക്ഷെ അത് എല്ലാം എല്ലാം അനുഭവിക്കുന്നുണ്ട്, എല്ലാം കിട്ടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ചില സമയത്ത് എനിക്ക് എന്തോ ഒരു ഇത് ഒക്കെ കറക്റ്റ് ഇതായിട്ട് വരുന്നതും ഉണ്ട്. ചില സമയത്ത് ഭയങ്കര ഇതാണ്. ഇപ്പൊ സത്യം പറഞ്ഞ സാറിന്റെ ക്ലാസ് കയറുന്നില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. ഭയങ്കര വിഷമമാണ്. ഞാൻ അതുകൊണ്ട് എങ്ങനെ എനിക്കിപ്പോ ഒരു ക്ലാസ് നഷ്ടപ്പെട്ട ഭയങ്കര വിഷമമാണ് സാറേ. എനിക്ക് സാറിന്റെ ചിരി തന്നെ കാണുമ്പോ ഉണ്ടല്ലോ എന്തെന്നറിയാൻ വയ്യ, ഒരു ഭയങ്കര ഇതാണ് എനിക്ക് ഉണ്ടാവുന്നത്. സജീവ് കറക്റ്റ് ആണ്. സജീവനെ ഞാൻ ചേർത്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചെവിക്കൊക്കെ പിടിക്കുന്നത് ചേർത്ത് വെച്ചുകൊണ്ടാണ്. ഒരു കുഴപ്പമില്ല. എനിക്കറിയാം, എനിക്ക് മനസ്സിലാവും സാറിന്, നല്ലോണം മനസ്സിലാവുന്നുണ്ട്. ഇവിടെ എന്റെ മക്കള് പറയും ഞാൻ അച്ഛൻ ഇത് ഭ്രാന്തനാണ്, അച്ഛൻ ഇത്രയും ഇത്. ഞാൻ പറയും ഇത് എന്റെ ഈ കാര്യമാണ്, എനിക്ക് ഇന്നത്തെ നിന്നോണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് ഇപ്പൊ. അതുകൊണ്ട് നിങ്ങൾ എന്റെ കാര്യത്തിൽ നിങ്ങൾ അവരും വേണ്ട, പരിപാടിയും വേണ്ട. ഞാനിപ്പോ ഹാപ്പിയാണ്. നിങ്ങൾ അതായത് എന്നെ ഇങ്ങനെ വിട്ടേക്കുക. നിങ്ങൾ അല്ലെന്ന് എന്നെ ബ്രേക്ക് ചെയ്യാൻ നോക്കരുത് എന്ന് പറയാം. കാരണം അവർ ഇപ്പോഴത്തെ പിള്ളേരാണ്. അവർക്ക് വലിയ മാറ്റം വരാനുണ്ട് കേട്ടോ, വലിയ മാറ്റം വരാനുണ്ട്. ഭയങ്കര അങ്ങനെ ഒരുപാട് പല അനുഭവങ്ങൾ എനിക്ക് കിട്ടുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയും കിട്ടും. എനിക്ക് വിശ്വാസമുണ്ട് സാറേ, പൂർണ്ണ വിശ്വാസമുണ്ട് എനിക്ക്. ആൾക്കാർ കമന്റ് ചെയ്യുന്നത് ഞാൻ വരുമ്പോ 4 കോയിൻ കൊണ്ടുവരേണ്ടത് 3 അല്ല 4 കൊണ്ടുവരാനുള്ളതാണ്. പിന്നെ അവിടെ സ്പേസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു 150 പേർക്ക് കയറാൻ പറ്റും. ഓക്കെ, നമുക്ക് എല്ലാവർക്കും കാണാം. അപ്പൊ താങ്ക് യു വെരി മച്ച്. ഒരുപാട് സമയം എടുത്ത് നമ്മള് ലെങ്തായി വീഡിയോ. ഓക്കെ, എല്ലാവർക്കും സ്നേഹാന്വേഷണം. നമുക്ക് മെഡിറ്റേഷൻ ചേരുന്നവർ ഇപ്പൊ തന്നെ ചേർന്നോളൂ. നാളത്തെ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞാൽ സാർ ബുക്ക് വായിക്കണം. സാറിന്റെ കൃഷ്ണമണി മാറ്റിവെച്ച കാരണം ഓക്കെ കാഴ്ച എഴുത കണ്ണിന് കാഴ്ച കുറവാണ് സാർ. പക്ഷെ സാറിന്റെ കുറച്ചും കൂടി പ്രോഗ്രാം ചെയ്യാനുണ്ട്. സീനത്തെ ടൈം എടുക്കട്ടോ, ഇവിടെ വെയിറ്റ് ചെയ്യും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ശരിയാക്കണം. ഓക്കെ, അപ്പോ താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ശുഭരാത്രി, ശുഭദിനം.